ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ ഒരു വീഡിയോ ഇട്ടപ്പം അതിനകത്ത് വന്ന് ചില എടാ മാധവേ, എടാ തക്കാളി സംഗി വാണമേ, എടാ വാണ കുറ്റി, നിനക്കുള്ള മറുപടിയാണ് ഇത് കേട്ടടാ ആലവലാതി. എടാ യസ്മൂഞ്ചി നരഹയാതന പിടിച്ചവനെ, എടാ നീ നിന്റെ കാര്യം നോക്കടാ. നിന്റെയൊക്കെ പ്രശ്നം ആദ്യം പരിഹരിക്കടാ. സനാതന മർമ്മത്തിലുള്ള ശവന്നാറി പ്രോഗ്രാമിന് ആദ്യം നീ സ്റ്റോപ്പ് ചെയ്യടാ നാറി. അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കുകയും കണ്ടവൻ്റെ അടുത്തൊക്കെ പോയി കിടന്ന് നിരങ്ങി കിടക്കുന്ന വൃത്തികെട്ട സനാതന മർമ്മത്തിനെ പറ്റി പറയാതെ എൻ്റെ മതത്തിന് നേരെ കയറാൻ നാണലട തനിക്ക് എച്ചക്കല നാറി. മാധവ തക്കാളിയാണ്. കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കറണ്ട് ഉണ്ട് ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ഞാൻ അങ്ങോട്ട് വന്ന് ചെവിള ഞാൻ കുത്തി പറിക്കും. തക്കാളി ചോറ ഇല്ല, മോഡറേറ്റേഴ്സ് അറിയാനാണ് നിങ്ങൾക്ക്. രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ആദ്യ ഭാര്യയുടെ സമ്മതാവാശിയ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ആദ്യ ഭാര്യയെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിക്കത്തില്ല. ഇസ്ലാമിക കാര്യങ്ങളിൽ ഞാൻ പണ്ഡിതയല്ല എന്ന് പറഞ്ഞൊഴിയുന്ന ഷെഫീന ഹൈന്ദവ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ മാത്രം അറിവുണ്ടെന്ന് പറയുന്നു. ആര് പറഞ്ഞിട്ട് അറിവുണ്ടെന്ന്? നിന്റെ അറിവുള്ള പണ്ഡിതന്മാർ പറയുന്ന സാധനം എടുത്തു വെച്ചില്ലടാ പറയുന്നത്. നിനക്ക് കണ്ണിക്കാൻ പറ്റുന്നുണ്ടാ? നിന്നെക്കൊണ്ട് പറ്റുന്ന ഇസ്ലാമിക കാര്യങ്ങളെ അറിവില്ലെന്നാണോ പറഞ്ഞത്? ആ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഇരിക്കുന്നതിനകത്ത് പല വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങളൊന്നും ഞാൻ എടുത്തു വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അറിവില്ലാത്ത കാര്യങ്ങളാടാ പന്നി പറഞ്ഞത്. എടമാർ എന്നിട്ടോ ആർക്കും മനസ്സിലാകുന്ന വരികൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ആണോ? ആർക്കും മനസ്സിലാകുന്ന വഴികളോ തെറ്റായി വ്യാഖ്യാനിക്കുന്നേ? ഇസ്ലാമിനെ രക്ഷിക്കാൻ ഹിന്ദു പുരാണങ്ങളിലെ കഥകളെ ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കുന്നു. സ്വസ്തി പ്രജാപ്യം എന്ന വരി പോലും മനസ്സിലാകാത്ത രീതിയിൽ അഭിനയിക്കുന്നു. സ്വസ്തി പ്രജാപ്യം എന്നല്ല, നീ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ കേൾക്കട്ട്. സ്വസ്തി പ്രജാപ്യം എന്തൊരു മൈരാണെന്ന് കേൾക്കട്ട് പറയടാ നീ. എടാ, ഒരു 100 കാര്യം ബ്രാഹ്മണനെ അടിസ്ഥാനപ്പെടുത്തി 100 കാര്യം പറഞ്ഞു തന്നിട്ട് 100 പ്രാവശ്യം 100 വർത്തമാനങ്ങൾ പറഞ്ഞു തന്നിട്ട് നീ എന്താ ഈ സ്വസ്തി പ്രജാപ്യത്തിൽ നിന്ന് വിട്ടാണ് നീ? സ്വസ്തി പ്രജാപ്യം എന്തോന്നാണ്? പ്രജകൾ സ്വസ്ഥമായിട്ടിരിക്കണമെന്നല്ല, അവരെ സ്വസ്ഥമായി പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ എന്നല്ലേ. നീ പരിപാലം എന്താ മറന്നു പോണേ? നിനക്കെന്താ പരിപാലം എന്താ പറയാൻ പറ്റാത്തത്? എന്താടാ നാറി? എന്താടാ അത്? നിനക്ക് അണ്ണാക്കി പിരിവെട്ടിയ ആണും കൂടെ ചേർന്നപ്പോൾ തൊടയിന്ന് കൊച്ചുണ്ടായി, ബ്രഹ്മാവിൻ്റെ തലേന്ന് കൊച്ചുണ്ടായി, മൊലേന്ന് കൊച്ചുണ്ടായി, കുണ്ടീന്ന് കൊച്ചുണ്ടായി, കാലീന്ന് കൊച്ചുണ്ടായി. ഇതൊക്കെയല്ലേ നിന്റെ കണക്കുകൾ നാറി? അങ്ങനെയൊന്നും ഇപ്പുറത്ത് പറയുന്നില്ലല്ല. പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് സനാതനം. എടാ, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെടാ, ഈ പറയുന്ന പിന്നെ 4 മതം ജാതി ചാതുർവർണ്ണയം മാറ്റാൻ പറ്റാത്ത സംഗതിയല്ലേടാ? അതിലെവിടെയാടാ സമത്വമുള്ളത്? ഇസ്ലാം മതത്തിൽ സമത്വം ഉണ്ടോ ഇല്ലയോ? അത് നീ പറഞ്ഞാണ്. നിന്റെ കുണ്ണിക്കകത്ത് എന്തിരടാ ഇരിക്കുന്ന നാറി? അലവലാതി വ്യാഖ്യാനി. സ്വസ്തി പ്രജാപ്യം പരിപാലയന്താം. പ്രജകളെ സ്വസ്ഥമായി പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഗോ ബ്രാഹ്മണഭ്യ ശുഭമസ്തു നിത്യം എന്ന് വെച്ചാൽ ബ്രാഹ്മണനും പശുവിനെയും നിത്യവും സുഖവും സംതൃപ്തിയും കൊടുത്താൽ മാത്രമേ ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രജകളെ സ്വസ്ഥമായിട്ട് പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ പരിപാലയന്താം. അതെന്താ അവിടെ പറയാതിരുന്നേ? എന്താ ആ വേർഡ് ഇല്ലാത്തത്? അതെന്താ വ്യാഖ്യാനിക്കേണ്ടത് നിനക്ക്? ആ വേർഡ് വിഴുങ്ങിയാ നീ? തന്തയില്ലാതുണ്ടായ തന്തയില്ല കഴിവേറി ഒരു കാര്യമില്ല എൻ്റെ തലയിൽ കയറാൻ വരല്ലേ മൈരേ. അതായത് അല്പം പോലും സത്യസന്ധത കാണിക്കുന്നില്ല എന്നർത്ഥം. ഞാൻ ഇന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലാവാത്താണോ അഭിനയിക്കുന്നതാണോ? സ്ത്രീകൾക്ക് പ്രിയോറിറ്റൈസ് ചെയ്ത ഒരു മതമാണ് ഇസ്ലാം മതം. അതിനകത്ത് ആദ്യത്തെ ഭാര്യയുടെ സമ്മതം നിർബന്ധം എന്ന് വെച്ചാൽ ഭാര്യ എഗൻസ്റ്റ് ആണെങ്കിൽ അവൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞേ. അവൾ എതിർത്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നാ പറഞ്ഞത്. ഇവിടെയൊക്കെ മഹല്ലുകളിൽ പേപ്പർ കൊടുക്കണം, ആദ്യത്തെ ഭാര്യയുടെ സമ്മതപത്രം എഴുതി കൊടുക്കണം. ഏതെങ്കിലും പെണ്ണ് എഴുതി കൊടുക്കുവോ? ഉണ്ടോ? ഇവിടെയൊക്കെ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അത്രത്തോളം വൈഡനായിട്ട് അത് പറയാൻ പോയില്ലെന്നേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് അറിവില്ല. കാരണം പെണ്ണുങ്ങൾക്ക് ഒരു പരിധിവരെ ഈ വിദ്യാഭ്യാസം അനുവദിക്കുന്നുള്ളൂ. അതിനുശേഷം അവരെ മസ്ജിദുകളിൽ വിടുന്നില്ല. പെണ്ണുങ്ങൾക്കാണ് പഠിത്തം വേണമെന്ന്. അതുകൊണ്ടാണ് പറയണേ, അത് സ്കൂൾ വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരി മതപഠനമാണ് പഠിപ്പിക്കേണ്ടത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രിയോറിറ്റി ഉണ്ടോന്നോ സ്ത്രീകൾക്ക് ഇതുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാനാണ് അവരെ കൊണ്ട് ആ മതം പഠിപ്പിക്കാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അവർ ആ മതം പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കുത്തിക്കഴിപ്പുകൾ. അവർക്ക് അവരുടെ അവകാശം മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്ന്. ഈ ഒരു 2 വർഷം മുമ്പ് ജാമിദ പണ്ഡിതയാണെന്ന് അവകാശപ്പെടുന്ന ജാമിദ ഇരുന്നുകൊണ്ട് പറയുന്നു ഇസ്ലാമിൽ ഫസഹില്ല എന്ന്. മാധ്യമം പിന്നെ പത്രം എടുത്ത് നോക്കടാ, 100 ഫസഹ് പേപ്പർ കാണാം. അതിനകത്ത് ഫസഹ് ചൊല്ലി പെണ്ണുങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന പേപ്പർ 100 എണ്ണം കാണാൻ പറ്റും. എന്താണെന്ന് അറിയത്തില്ലേ എനിക്ക്?
അത് അറിയത്തില്ല എന്ന് പറയുന്നോളാണ് പണ്ഡിത് എന്ന് നീ പറയണത്. അവക്കെന്ത് പാണ്ഡിത്യം? അവക്കൊരു വാഴ അറിഞ്ഞൂടെ ഞൊണ്ണ. അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ എനിക്ക് അറിവുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിന്റെ ദൊണ്ണ പത്രത്തിൽ കയറി സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അറിവുണ്ടോ ഇല്ലെന്ന് അതിനകത്തില്ലടാ നാറി. ലോകത്തൊരു പണ്ഡിതരും അറിവുള്ളവരും തനിക്ക് അറിവുണ്ടെന്ന് പറയത്തില്ല. അതൊരു കോമൺ സെൻസ് ആണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ല നിനക്ക്. ചുമ്മാ സ്വസ്തി പ്രജാപ്യം എന്തൊരു വാഴയുടെ രാമ 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 പാകിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ ബ്രാഹ്മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പുനർജനിച്ച് വന്ന രാമ രാമ ഭാഗിമ. ഇത് പറഞ്ഞില്ലേ? അതിനകത്ത് ബ്രാഹ്മണനില്ലടാ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിനക്ക് ഉത്തരം ഉണ്ടാ? ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ അഷട് നീക്കാൻ ഉണ്ടാടാ? അഷട് വലിക്കാൻ ഒരു ബ്രാഹ്മണൻ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാടാ? ബ്രാഹ്മണനുണ്ടാ? നാറി. പെണ്ണുങ്ങളെ കിട്ടും വേശ്യാവൃത്തിയിൽ, ബ്രാഹ്മണ പെണ്ണുങ്ങളെ കിട്ടും. എന്നാൽ പല സമുദായത്തിലോ പറയ സമുദായത്തിലുള്ള പെണ്ണുങ്ങളെ വേശ്യാവൃത്തിക്ക് കിട്ടത്തില്ല. അതെന്താടാ? അതിനകത്തുണ്ട് നിങ്ങൾക്കിടയിലുള്ളതിനകത്ത് എന്താണ് ഈ പറയുന്ന പെണ്ണുങ്ങൾക്കുള്ള വാല്യൂ എന്ന്. എന്നിട്ട് മരുമക്കത്തായമാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് വേശ്യാവൃത്തിയെ അങ്ങോട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേകതരം കോണം, അവൻ്റെ സനാതന കോണം. ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാണ് ഞാൻ അയാളുടെ മതത്തെ അളക്കുന്നെന്ന് ഷെഫീന പറഞ്ഞിട്ടുണ്ട്. ഷെഫീന കളവ് പറയുന്നു. അങ്ങനെ എങ്കിൽ ഇസ്ലാം കളവ് ആണെന്ന് കരുതാമോ? ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. കളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ലടാ, നിന്റെ തള്ളയും പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഒരപ്പനെ ഉള്ളോളന്ന്. അത് ഞാനും പറഞ്ഞടാ. നിനക്കൊരു തന്തയുള്ളോളന്ന്. നിനക്ക് 100,008 തന്തയാണ്. നിന്റെ തള്ള പഞ്ചായത്ത് വെടിയാണ്. അതിൽ നിന്നുണ്ടായതാണ് നീ. നിനക്കിങ്ങനെ മറുപടി പറയാൻ കൊള്ളാവൂ. അതുകൊണ്ടാണ് മര്യാദയുടെ ഭാഷയിൽ വളരെ വ്യക്തമായി ഇന്നിട്ട വീഡിയോ കണ്ടവരാരെങ്കിലും പറ, നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ പിടി കിട്ടിയില്ലേ? ആദ്യത്തെ ഭാര്യ ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നടക്കില്ല. തർക്കിക്കാൻ പറ്റും. അതിന് പെണ്ണുങ്ങൾക്ക് ആദ്യം കാര്യപ്രാപ്തി ഉണ്ടാവണം. പെണ്ണുങ്ങൾക്ക് മനസ്സിലാവണം ഞങ്ങൾക്ക് ഈ റൈറ്റ്സ് ഉണ്ടെന്ന്. ഇതിനല്ലേ ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ നമുക്ക് പൊത്തിയേ പറയാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ പിടിച്ചോന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാത്ത പ്രശ്നം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ മൗനമായിട്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ അനുഭവിച്ച കാര്യമോ പറഞ്ഞു. എൻ്റെ ഭർത്താവ് 2ാമത് കെട്ടാൻ ഓടിയില്ല. എൻ്റെ പെർമിഷനോട് കൂടി, ഞാൻ ഫസഹ് കൊടുത്ത ശേഷം പോലും എൻ്റെ പെർമിഷൻ ലെറ്ററോട് കൂടിയാണ് 2ാമത് അദ്ദേഹം വിവാഹം കഴിച്ചെങ്കിൽ ഇസ്ലാമിലുള്ള പെണ്ണിൻ്റെ റൈറ്റ്സ് എന്താണെന്ന് നല്ല ബോധ്യമുള്ളവളാണ് ഷെഫീന എന്നർത്ഥം. മനസ്സിലായോടോ? അപ്പം വന്നേക്കുന്ന സനാതനം പറയണേ ഒരു കാരണവശാലും മാറ്റപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് സനാതനം. സനാതനത്തിലല്ലേടാ ചാതുർവർണ്ണയമുള്ളത്. ചാതുർവർണ്ണയം എന്താണ്? 4 വർണ്ണം. 4 വർണ്ണം. അടുത്ത ജന്മത്തിലെങ്കിലും എനിച്ച് ബ്രാഹ്മണനാവണം. ഗതികെട്ട കുറേ ആൾക്കാരും ഇന്നും മനസ്സിലാകാത്ത കുറേ മന്ദബുദ്ധികൾ. നാടാർ സമുദായത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയത്. നാടാർ സമുദായം, അതായത് അങ്ങ് തമിഴ്നാട്ടിലോട്ടൊക്കെ നാടാർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി പുലൊക്കെ സ്റ്റാറ്റസിൽ ഉയർന്നു നിൽക്കുന്നവരാണ്. അത് മറ്റേ വാങ്കോ പോങ്കോ എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ കമ്മ്യൂണിറ്റിയാണ്. അവരിൽ നിന്ന് വന്ന ഒരു പെണ്ണ് ചന്തയ്ക്കകത്ത് റൗക്ക ഇട്ടുകൊണ്ടുവന്ന റൗക്ക വലിച്ചു കീറി ചാന്നാർലകളെ ഉണ്ടായത് എന്ന് തുടങ്ങി ഇങ്ങേറ്റമുള്ള സർവത്രികമായ ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ നിന്നെയൊക്കെ കാലേ വലിച്ച് കീറിയെടുത്ത് തലത്തടിച്ച് കൊല്ലാൻ തോന്നും. നീയൊക്കെ എങ്ങനെ ജീവിച്ചടാ നായ്ക്കൂട്ടങ്ങളെ? ചുമ്മാ എൻ്റെ തലേ കയറി. ഇവളുടെ പ്രാന്തിന് ഇതുവരെ ഒരു കുറേ. എടാ എനിക്ക് ഈ പ്രാന്ത് മാറത്തില്ലടാ ലാലണ്ണ, എനിക്ക് മാറത്തില്ല. നിനക്കൊക്കെ പ്രാന്ത് മാറും. കാരണം നീയൊക്കെ ഇപ്പോഴും ജാതിക്കോളത്തിൽ നായർക്ക് നായർ യുവാവിനെ തേടുകയും പറയനിക്ക് പറയ യുവതിയെ തേടുകയും ചെയ്യുന്ന ഒരു കാറ്റഗറിയിലുള്ളതാണ്. ഷെഫീന അങ്ങനെയല്ല, മനുഷ്യനെയാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ സമത്വം പറയുന്ന, മുന്നോട്ട് വയ്ക്കുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന മതം ഇസ്ലാം മതം. അത് ഞാൻ അടിച്ചു പറയുന്നു. തർക്കം ഉണ്ടെങ്കിൽ അതിന് ചത്ത് പറ. ചീത്ത പറയാതെ കാര്യം പറയാം. എന്താണ് മിസ്റ്റർ MM ബഷീർ, ചീത്ത വന്നു പോകത്തില്ലേ? അവൻ പറയുന്നു എനിക്കൊരു കണ്ടന്റ്, അവൻ ഡെയിലി അവൻ എനിക്കൊരു കണ്ടന്റ്. അതെന്തുവാണ്? നമ്മൾ ഇപ്പം ഞാൻ 2 വട്ടം ഒരേ സാധനം ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? ഇതുപോലെ ഈ കാണുന്നവർക്ക് ദേഷ്യം വരത്തില്ലേ? ഞാൻ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഡെയിലി അവനൊരു കണ്ടന്റ് ക്രിയേറ്റർ. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു ആയത്തുണ്ടോന്ന്. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ആയത്തിന്റെ വഴികൾക്കിടയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ട്, അത് പഠിക്കുക. കൃത്യമല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. വീട്ടിൽ അമ്മയുടെ അനിയത്തിയുണ്ട്. അത് നിന്റെ അമ്മയുടെ അനിയത്തിയാണ്, എന്നാൽ നിന്റെ ചിറ്റമ്മയുമാണ്. ആ ചിറ്റമ്മ എന്നുള്ളത് പറയുന്നില്ല, അമ്മയുടെ അനിയത്തിയാണ്. അമ്മയുടെ അനിയത്തി എനിക്ക് ചിറ്റമ്മ തന്നെയല്ലേ? പിന്നെന്താ? അത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞു തരണോ? ഇത് തന്നെയാണ് അതിനകത്തും ഉള്ളത്. കൃത്യമാണത്. ആദ്യത്തെ പെണ്ണുമ്പുള്ള സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനം അവിടെ നടക്കും. വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അവൾ മാത്രമല്ലേ ഭാര്യയായിട്ടുള്ളൂ, ആയത്തോളുണ്ടോ? കൃത്യമല്ലേ? അത് മനസ്സിലാവാത്തത് എന്താ? ഏതെങ്കിലും ഒരു പെണ്ണ് പങ്കുവയ്ക്കുവോ? പങ്കുവെച്ച പെണ്ണുങ്ങൾ ഇതുപോലെ അവിടെ കിടന്ന് തെറിയേക്കുന്നു. കറണ്ടില്ലായിരുന്നു നാറി. അതുകൊണ്ടാണ്
കറണ്ട് വന്നപ്പോൾ ഞാൻ വന്ന്. പോടാ ഷാജി, നീ ഒരുത്തനാ. മര്യാദയ്ക്ക് മറുപടി കൊടുക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് മര്യാദയ്ക്ക് അതിന് മറുപടി കൊടുത്തുവിടായിരുന്നോ? ഏതാവൻ? മാധവൻ. ഇവന്മാരുടെ യോഗ്യത എന്താണെന്ന് കാണണ്ടേ? നിങ്ങൾക്ക് യവന്മാരുടെ യോഗ്യത ഞാൻ ഇപ്പം അയച്ചു തരാം. യവന്മാരെ യോഗ്യത കണ്ടോണം. യവന്മാരെ അയക്കുന്ന മെസ്സേജുകൾ, യവന്മാരെ യോഗ്യത കൂടുതൽ പറയാം. യവന്മാർ കുറേ മുസ്ലിങ്ങൾ പറയുന്നതും കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ തലയിലോട്ട് കയറിയിട്ട് പറയുന്ന കുറേ ഇതുണ്ട്. അത് ഞാനിപ്പോൾ അയച്ചു തരാം. മര്യാദ പുരുഷോത്തമന്മാരാണ്, മര്യാദ പുരുഷോത്തമന്മാർ. കണ്ടോളി. എങ്ങനെ എടുക്കാം? ഇതൊക്കെയാണ് ഇവന്മാരുടെ മര്യാദകൾ. കണ്ട ഇതൊക്കെയാണ് എക്സ് മുസ്ലിമും അതിനെ തുടർന്നുള്ള അലവലാദികളും. കണ്ട അവൻ്റെയൊക്കെ ലാംഗ്വേജ് ഇതാണ്. ഇതൊക്കെയാണ് അവൻ്റെയൊക്കെ ലാംഗ്വേജ്. ഇത് എത്ര മുസ്ലിംസ് എഴുതി വെക്കുന്നു? ഇത് എച്ചിൽ മുസ്ലിമുകളുടെ ക്വാളിറ്റിയാണ്. യുക്തിവാദികളെന്ന് അഭിനയിക്കുന്ന കുയുക്തിവാദികളുടെ ക്വാളിറ്റിയാണ്. ഏത് പെണ്ണിന്റെ ടൈം ലൈനിൽ പോയാലും യോമാർക്ക് ഇതൊക്കെ അറിയാവുള്ളൂ. ഇതൊക്കെയാണ് അവന്മാരുടെ ക്വാളിറ്റികൾ. എന്നിട്ടാണ് അവർ മുസ്ലിങ്ങളെ, നമ്മൾ ഇതുവരെ കണ്ടതെന്താണ്? ഏത് ഇതിൽ പോയാലും മുസ്ലിങ്ങളെ പറ്റി മോശം പറയുന്ന രീതിയിലുള്ള കമൻസ് വരുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്ന അറിയുന്ന മുസ്ലിങ്ങളെല്ലാം എന്താ ഇങ്ങനെ നടന്ന് അല്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് മുസ്ലിം ആണെന്നാണല്ലോ വെപ്പ്. ഓക്കെ, ഇവിടെ എന്താ മുസ്ലിംസ് വരാതിരിക്കുന്നത്? ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല? ഇപ്പം ഞാൻ മറ്റൊരു മതത്തിനെയല്ല പറഞ്ഞത്, എൻ്റെ മതത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ അവിടെ എഴുതിയിട്ടത്. ആ എഴുതിയിട്ടെടുത്ത് വന്ന് ഈ തോന്നിവാസം എഴുതി വെക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? താങ്ക് യു പപ്പ. പാലില്ലേ? ഓക്കെ ഷെഫി, നിങ്ങളുടെ സമുദായത്തിൽ പല പെണ്ണുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണക്കുറവുണ്ട്, അല്ലെങ്കിൽ ധൈര്യമില്ല. അതാണ് സത്യം. സഫീനയ്ക്ക് പറയാൻ ധൈര്യവും ചങ്കൂറ്റവും ഉണ്ട്. ഇത് സ്ത്രീകളിലും എത്തണം. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മതത്തിന്റെ മോശപ്പെട്ട വശങ്ങൾ പറയാതെ ഇത് മാത്രം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കമൽഹാസൻ എത്ര കല്യാണം കഴിച്ച്? മമ്മൂട്ടി എത്ര കല്യാണം കഴിച്ച്? നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് തെളിയും. വെച്ചിരിപ്പും കൂട്ടിക്കൊടുപ്പും ഈ ഒരു 100 പെണ്ണുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കമ്മ്യൂണിറ്റിയിലാണ്? അടിസ്ഥാനമായിട്ടുള്ള, അതായത് നമുക്ക് ആ ബേസിക് ആയിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രബോധനം. കൃത്യമായ രീതിയിലുള്ള പ്രബോധനം കൊടുക്കുക എന്നുള്ളത്. എത്രയവന്മാർ ഇത് ഈ പ്രബോധനം കൊടുക്കുന്നുണ്ട്? എന്ത് തോന്നിവാസവും കാണിക്കും. ഒരുത്തരിക്ക് 2 അച്ചിമാരുണ്ട്. എല്ലാം അങ്ങനെ. ദശരഥ മഹാരാജാവ് എന്ന് പറയുന്നത് 4 പേരെ കൊണ്ടു കിടന്നത്. ജാനകിയുടെ അച്ഛനിക്ക് 4 പെണ്ണുങ്ങളാണ്. എല്ലാവന്മാർക്കും 4ഉം 5ഉം 50ഉം ഒക്കെ ഉള്ളത് തന്നെയാണ് ഇവരുടെ ചരിത്രത്തിലുള്ളത്. 16,008 കെട്ടി കൃഷ്ണൻ. ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് കളരിയാണ്. ഈ ദൈവത്തിന് കൊതി കൂടുമ്പം മഹർഷിമാരെ പെണ്ണുങ്ങളെ പണ്ടാൻ വന്ന് അണ്ടി വെട്ടിക്കളഞ്ഞ ചരിത്രം വേറെ. ഇങ്ങനെ 100 സംഗതികൾ നമുക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റും. നമ്മളിത് വല്ലതും പറയണം. എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ പറ്റി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആയത്തുണ്ടോ ഇല്ലയോ? ആയത്തുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്ലാമിൽ ആദ്യത്തെ ഭാര്യ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല വിവാഹം. അവരുടെ പെർമിഷൻ ഇല്ല, നടക്കത്തില്ല. ആ ബോധം അവർക്കില്ല. അതിനായത്തുണ്ടോയെന്ന് വെച്ചാൽ ആ ആയത്താണ് ഞാൻ പറഞ്ഞത്. ഏത് സൂറയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സൂറയുടെ കൃത്യവിവരണമുണ്ട്. അതിനകത്ത് വ്യക്തമായി പറയുന്നുമുണ്ട്, നിനക്ക് പൂർണ്ണമായും ഈ പറയുന്ന 2ാമത് വന്നോ അല്ലെങ്കിൽ 3ാമത് വന്ന സ്ത്രീയെ തുല്യമായി പരിഗണിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അന്നത്തെ ആണുങ്ങളുടെ ആധിക്യം മൂലം പെണ്ണുങ്ങളുടെ ആധിക്യം മൂലം ആണുങ്ങൾ കുറവായതുമൂലം അങ്ങനെ ഒരു നിയമം അവർക്ക് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ മറ്റാർക്കും കൊടുത്തില്ലെന്നുണ്ട്. ഉമ്മമാരായി കൺസിഡർ ചെയ്യുന്നവരാരെങ്കിലും വിവാഹം കഴിക്കൂ? ആരിഫ് ഹുസൈനിക്കൊക്കെ തോന്നും, കാരണം ഉമ്മയെ കല്യാണം കഴിക്കാൻ നടക്കുന്നതുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു താല്പര്യമില്ല. നമ്മളാരും ഉമ്മയെ കെട്ടണമെന്ന് പറയുന്നവരല്ല. മക്കളെ കൂടെ ജീവിക്കണമെന്ന് ഒരു ഉമ്മമാരും ആഗ്രഹിക്കുകയില്ല. അത് അവരങ്ങനെയായിരുന്നു. അവരത്രയും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയോട് പൂർണ്ണമായും ചോദിച്ചു നോക്ക്, വിധവയാക്കപ്പെട്ട അത്രയും തീവ്രമായ പ്രണയത്തിലായിരുന്ന ഒരു വ്യക്തിയുമായി വിവാഹം കഴിച്ച സ്ഥിതിക്ക് അയാൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ മറ്റൊരു വിവാഹം ബന്ധം കൊണ്ട് ഉച്ചനാൾ ചൂലെടുക്കുകയുള്ളൂ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല. പെണ്ണുങ്ങൾക്ക് അതൊരു ബയോളജിക്കൽ നീഡ് പോലുമല്ല, അവർക്കതൊരു സൈക്കോളജിക്കൽ നീഡാണ്.
സെക്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു സൈക്കോളജിക്കലാണ്. കൃഷിഭൂമി എക്സാക്ട്ലി കൃഷിഭൂമി തന്നെയാണ്. എന്തുകൊണ്ടല്ല? മനുഷ്യന് അന്നം തരുന്നത് കൃഷിഭൂമിയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിരുന്നത് ഈ കളക്ടർ ഉദ്യോഗം കൊണ്ടോ കമ്പ്യൂട്ടർ ഉദ്യോഗം കൊണ്ടോ അല്ല. മണ്ണിലിറങ്ങി പണിയെടുത്ത ആ പണിയെടുക്കുന്ന വസ്തുവകകൾ കൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. എൻ്റെയൊക്കെ പൂർവ്വപിതാക്കന്മാർ കൃഷിക്കാരായിരുന്നു. അവർക്ക് കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ അമ്മയേക്കാൾ പുണ്യം ചെയ്ത സ്ഥലമാണ്. അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന സ്ഥലമാണ് കൃഷിഭൂമി. അത് അങ്ങനെയാണ് സിംബോളിക്കായി പല വേർഡുകളും പറഞ്ഞെന്ന് വരും. അതിനെ അങ്ങനെയല്ല നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങളെന്ത് വൃത്തികേടാണ് പറയണത്? നിങ്ങളുടെ വൃത്തികേട് ഇതിനേക്കാൾ വൾഗറായി നിങ്ങൾ പറയുന്ന കൃഷിഭൂമി വേറെ, ഇവർ ഉദ്ദേശിച്ച കൃഷിഭൂമി വേറെ. അത്രയേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസം. നീയൊക്കെ എന്ത് ലെവലിലാണ് വെച്ചുകൊണ്ടിരുന്നത്? നിനക്കൊക്കെ എന്തായിരുന്നു സ്ത്രീ എന്ന് പറഞ്ഞാൽ? പഴയ കുറേ കഥകൾ അങ്ങോട്ട് തള്ളിത്തരട്ടെ. ഒരാൾ വിവാഹം കഴിച്ചാൽ അയാൾ തന്നെയല്ലേ ഉപയോഗിക്കേണ്ടത്? അതെന്തിടെ പാണം പറയാൻ കല്യാണം കഴിച്ചാൽ ലമ്പൂരി കുത്തി കയറ്റാൻ പോകുന്നത്? അതെന്ത് അടിസ്ഥാനത്തിലാണ്? തിരിച്ച് അതേപോലെ ഉണ്ടാക്കണം. ഇവിടെ സിനിമകൾ തന്നെ ആ അടിസ്ഥാനത്തിലല്ലേ വന്നത്? എത്ര ഇസ്ലാമിലെ പ്രോബ്ലം പറഞ്ഞുകൊണ്ട് സിനിമ വന്ന്? നിനക്കൊക്കെ അല്ലേ ആ പ്രോബ്ലം വരുന്നുള്ളൂ? വിവരവും വ്യവസ്ഥ കേട്ട കുറേ മന്ദബുദ്ധികൾ ഇരുന്നു കൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അറിയില്ലെങ്കിൽ ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞു തരാം. കൃത്യമായ വിവരണമാണ് ഞാൻ തന്നിട്ടുള്ളത്. ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. കൃഷിഭൂമി പിന്നിൽ കൂടെയും മുന്നിൽ കൂടെയും പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ്. ഞാൻ പറഞ്ഞുതരാം. ശിവഭഗവാൻ ഇറങ്ങി വന്നപ്പോൾ മഹാവിഷ്ണു പെണ്ണായിട്ട് വന്നപ്പോൾ മുന്നിൽ കൂടെ കയറ്റിയിട്ടാണ് പിന്നിൽ കൂടെ കയറ്റിയിട്ടാണ് അയ്യപ്പനുണ്ടായത്? ഇയാളെന്ന് പറഞ്ഞാണ്. ആ കഥയിലെ ഒരു കൃത്യത. നീ അതിൻ്റെ കൃത്യത എനിക്ക് പറഞ്ഞതാ, ഇതിൻ്റെ കൃത്യത ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഭാര്യയെ പിന്നിൽ കൂടെ ബന്ധപ്പെടുന്നതിൽ എന്താണ് പ്രശ്നമായിരിക്കുന്നത് എന്ന് വെച്ചാൽ മലം പോകുന്ന ഭാഗമാണെന്നാണോ നീ വിചാരിച്ചത്? മലം പോകുന്നിടത്തു കൂടെയാണ്? അങ്ങനെയാണ്. അത് അവരുടെ സന്തോഷമാണ്. അവളുടെ പെർമിഷൻ വേണം. അവിടെയും അവളുടെ സമ്മതം നിർബന്ധമാണ്. അല്ലാതെ ബലാത്കാരമായി ചെയ്യാനായിട്ട് മതം പറയുന്നില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ പല രീതിയിലും ചെയ്യും. പല ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറയും. നമ്മളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫോമെങ്കിൽ ആ ഫോം. അത് എങ്ങനെ എവിടെ സൗഖ്യം തോന്നുന്നു അതുപോലെ ചെയ്യും. അത് സെക്സ് ആണ്. 2 പാർട്ട്നേഴ്സ് തമ്മിൽ ചെയ്യുന്നതാണ്. അവർക്ക് സുഖമുള്ള രീതിയിൽ ചെയ്യും. അതിൽ പെണ്ണിന് സ്വസ്ഥതയില്ല, സുഖമില്ലെങ്കിൽ ചെയ്യരുതെന്ന് തന്നെയാണ്. എന്ത് വേടാ? ഞാൻ ചാനൽ മാറി വന്നു. നിങ്ങൾ ഇന്നലെ മോശം തെറ്റ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ എല്ലാം ശരിയാകുന്നത്. ആരടാ പട്ടി തായോളി പറഞ്ഞത് മോശമൊന്നും? എടാ എന്തരടാ മോശമെന്ന് ഞാൻ പറഞ്ഞത്? എടി നിനക്ക് കൊതത്തിൽ അടിക്കാൻ എനിക്ക് അങ്ങനെ തന്നെടാ ഇഷ്ടം. നിന്റെ അമ്മച്ചിയാണെങ്കിൽ കീറിയിരിക്കുന്നത് കണ്ടില്ല? നീ അത് കണ്ടല്ലേ വളർന്നത്? നിന്റെ തള്ളയെ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചു വെച്ച് കുത്തിക്കീറിയിൽ അവളിപ്പോൾ അപ്പി വായിക്കാത്തൂടെയല്ലേ ഇടുന്നത്? പോ മൈരേ, എൻ്റെ വായെന്ന് കേൾക്കാതെ. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന കണക്ക് സുന്നത്ത് കല്യാണം ഇസ്ലാമല്ല കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചത് ശിവനാ. ലോകം മുഴുക്ക സുന്നത്ത് ചെയ്ത സാധനം കൊണ്ടുവച്ചിരിക്കുന്ന കണ്ടില്ലേ? ലോകം മുഴുക്കുണ്ട്. കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞത് മഹർഷിയും അല്ലേ? ശിവജയ പുരാണത്തിൽ അങ്ങനെയല്ലേ ഉള്ളത്? ആദ്യം നിങ്ങൾ സുന തപ്പി കണ്ടടകല്ല നിരങ്ങണല്ല. അതെന്തിനി? നിങ്ങളുടെ താരം സുന തപ്പി തിരക്കായി സുന കാണാം. ഇതിനും മാത്രം സുന ഉള്ള ഒരു സുനാദൈവം എന്തുവാടാ? ലോകം മുഴുക്ക സുന, എവിടെ നോക്കിയാലും സുന. അതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാക്കി, എന്നിട്ട് ബാക്കിയുള്ളതിൽ കയറി പിടിക്കാൻ അണ്ടിപ്പുരാണം പറഞ്ഞുകൊണ്ട് വരുന്നത്. പട്ടിപ്പണി, മറ്റേ പണി, മറിച്ച പണി, സെക്സ് ചെയ്യുമ്പോൾ അത് തന്നെ മൃഗങ്ങൾ ചെയ്യുന്നില്ലേ? അവർ പിന്നെ മലത്തി കിടത്തിയാണ്. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യാർത്ഥം ചെയ്യുന്നതാണ്. അങ്ങനെ പലതും ചെയ്തെന്ന് വരും. അത് ഓരോരുത്തരുടെ സൗഖ്യമാണ്, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. അതെല്ലാം നിന്നെ ഇപ്പോൾ ബോധിപ്പിക്കാൻ പറ്റും. നീ എന്തിന് വല്ലവരുടെയും പിന്നെ ഇപ്പം ബെഡ്റൂമിനകത്ത് കണ്ണാടി കൊണ്ടുവയ്ക്കുന്ന, ക്യാമറ കൊണ്ടുവയ്ക്കുന്ന, അവർക്ക് തോന്നിയാണൊക്കെ അവർ ചെയ്യട്ടെ. ഇനിയിപ്പോൾ എനിക്ക് എന്ത് പിടിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ കെട്ടിയവനോട് പറയുന്ന കേസല്ലേ. നീ ഒന്ന് ചോദിക്കണം നിന്റെ തള്ളയുടെ അടുത്ത് വരി, അവൾക്ക് എങ്ങനെ പിടിക്കുമെന്ന്. നീ ഏത് ഫോമിൽ ചെയ്യോ അത് നീ നിന്റെ തള്ളക്കിട്ട് ചെയ്തു വിടും. പന്നിക്ക് പറഞ്ഞോനെ ഒരു കാര്യമില്ലാതെ വന്നിരിക്കുന്നു. പെണ്ണ് പിടിയെ ന്യായീകരിച്ചു. അതിന് ഞാൻ നിന്റെ തന്തയെ ന്യായീകരിക്കുന്നില്ലടാ ശ്രീജിത്തെ. നിന്റെ തന്ത കഴിവേറിയ ഞാനിവിടെ ന്യായീകരിക്കുന്നില്ലല്ലടാ. അങ്ങനെ വല്ല ഞാൻ ചെയ്യുന്നുണ്ടാ? നിന്റെ തന്ത ലോക പെണ്ണ് പിടിയും കൂറ തായോളിയാണെന്ന് ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതിനിവിടെ ആരെങ്കിലും ന്യായീകരിച്ച ഇതുവാടാ നീ പറയുന്നേ? എടാ ശ്രീജിത്തി, വാ മൈരെ, ബാക്കിയും കൂടെ തരാം. നിങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ ശരിയുണ്ട്. പക്ഷേ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക. എൻ്റെ പൊന്ന് സഹോ, ഇവിടെ വന്നുകൊണ്ട് എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയല്ലേ. ഇവിടെ വന്നുകൊണ്ട് പച്ച തെറി പറയുന്നവരുടെ അടുത്ത് തെറിയേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇവിടെ വന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വീഡിയോസ് മാത്രം കാണുക. ഇത് ഞാൻ അവന്മാർക്കിട്ട് തെറി വിളിക്കാൻ തന്നെ ഇട്ട ലൈവാണ്.
ഞാൻ ലൈവിൽ തെറിയേ പറയുള്ളൂ, എനിക്കിതേ പറ്റുള്ളൂ. ഇവന്മാർ വന്ന് പച്ചത്തെറി എഴുതി വെച്ചാൽ തിരിച്ച് അങ്ങോട്ട് അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കും. പറ്റുമോ? എപ്പോൾ എഴുതിയിടുന്നത് നോക്കിയാണ് ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു തന്നാണ്. ഇമ്മാതിരി വൃത്തികേട് എഴുതി. ഞാൻ നാളെ രാവിലെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇവന്മാരുടെ ലിസ്റ്റ് എടുത്ത് ഇതിൻ്റെ ലിങ്ക് എടുത്ത് ഇവന്മാരുടെ ഇത് കണ്ടുപിടിച്ച് ID കണ്ടുപിടിച്ച് കേസ് കൊടുത്ത് ഇവന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ നോക്കിയിരുന്നു. അതാണോ വേണ്ടത്? എനിക്ക് എൻ്റെ സുഖമില്ല. എനിക്കിത് ഇങ്ങനെ മറുപടി കൊടുക്കാനാണ് ഇഷ്ടം. ഇവനെയൊക്കെ കിട്ടുമെങ്കിൽ ഞാൻ അവിടെ പോയി ലിസ്റ്റ് എടുത്താൽ ഞാൻ ഇവനെയൊക്കെ വീട്ടിൽ കയറി തല്ലാനാണ് ഇരിക്കുന്നത്, അല്ല കേസ് കൊടുക്കാനില്ല. കേസൊന്നുമില്ല. ഈ മൈത്താണ്ടി ഉണ്ടാക്കിയ സാധനം വലിയ ഫ്ലെക്സ് അടിച്ച് അവൻ്റെ വീട്ടിൻ്റെ മുമ്പത്ത് കൊണ്ടുപോയി ഒട്ടിച്ചു വയ്ക്കും. അവൻ്റെ അമ്മയും പെങ്ങളെയും അത് വായിപ്പിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ചെറിയ ചരിത്രം പറയാം, നിങ്ങൾ വായിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും എഴുതിത്താ. മേഡം മറുപടി കൊടുക്കുന്നത് നല്ലതാണ്. ചീത്തവിളി മറുപടി കൊടുക്കരുത്. നമ്മുടെ നാവ് ചീത്തയാക്കും. അവന്മാരെ ബ്ലോക്ക് ചെയ്ത് വിടുന്നു. അത് ഞാൻ പറയുന്നത്. ഇവിടെ എത്ര പേര് മോഡറേറ്റേഴ്സ് ഉണ്ട്. അവർ ചെയ്യാത്തതുകൊണ്ടല്ലേ എനിക്കത് ചെയ്യേണ്ടി വരുന്നത്. മോഡറേറ്റേഴ്സിന് അതിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇതും ചീത്ത വിളിക്കേണ്ടി വരത്തില്ല. ഇത്രയും നേരം കറണ്ട് ഇല്ലായിരുന്നു. കഥ അടച്ചത്. അഘോരി നീ അച്ഛൻ്റെ വായിൽ കൊടുക്കട. അഘോരിയ? അങ്ങനെയുണ്ട് ശവങ്ങള്. ശിവനും ലിംഗവും ഈ രാജ്യത്തെ ഉണ്ടായിരുന്നത് ആണ്. നിന്റെ വർഗം കാൽ കുത്തിയ അന്ന് തീർന്നു. ആണോടാ? ലോകം മുഴുക്കം ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. ശിവൻ്റെ അണ്ടി എന്നാടാ അറബിയിൽ കിട്ടാതിരുന്നത്? അറബ് രാജ്യത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നു? അണ്ടി ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രത്യേകതര അണ്ടിയാണല്ലോ, ഇവിടെ കിടന്ന് കറങ്ങുന്ന പ്രത്യേകതര അണ്ടി. അപ്പോൾ ഒരു തേൾ, നിങ്ങൾ എഴുതിയത് ഞാൻ വായിച്ചില്ല. ഒരു ദിവസം പ്രവാചകൻ വെള്ളത്തിൽ ഉളുവെടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു തേൾ വെള്ളത്തിൽ മുങ്ങി താവുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. തിരുക്കയ്യിൽ അടുത്ത് കടിച്ചു. ആനന്ദ്, ഇത്രയും വേഗം നിറം മാറാൻ ഓന്തിന് പോലും പറ്റത്തില്ല. ഇന്നലെ വരെ എല്ലാം തെറ്റ് എന്ന് പറഞ്ഞാൽ പോടാ തക്കാളി മോനെ, നിന്റെ അമ്മയാണ് തെറ്റെന്ന് പറഞ്ഞല്ല, ഷെഫീനെ തെറ്റെന്ന് പറഞ്ഞില്ല. ഷാഹിദ ഷാജിയുടെ ചേച്ചിയാണോ ഇത്ത? അല്ല മോളെ, അവളുടെ കുഞ്ഞമ്മയുടെ മാപ്പിളയാ. എന്നെ ആക്കോ മൊഴി? ഇല്ലടാ ഉണ്ണി, നിന്നെയൊന്നും ആക്കാൻ താല്പര്യമില്ല ഇത്ത. കുഞ്ഞും കട്ടി. ഷാജി, അവർക്ക് മറുപടി കൊടുക്കാതെ ഡിലീറ്റ് ദം. അതാണല്ലോ ഈസി പരിപാടി. ഡിലീറ്റ് ചെയ്യും. അവരവിടെ ഇരുന്നത് ചിലക്കട്ടെ, തെറി വിളിക്കാൻ അതാണ് സനാതന സംസ്കാരം. സനാതന സംസ്കാരം എന്താണെന്ന് കാണണമെങ്കിൽ ഇതിനകത്ത് വന്ന് തെറി വിളിക്കുന്ന ഇവന്മാരാണ്. ഇവന്മാർക്ക് തെറി വിളിക്കാനേ അറിയുള്ളൂ. ഇവന്മാരാണ് ഇസ്ലാമിനെ നന്നാക്കാൻ നടക്കുന്നത്. സ്ത്രീകളെ നോക്കി അവഹേളനപരമായ വർത്തമാനങ്ങളും തെറിയും വിളിക്കുന്ന വൃത്തികെട്ടവന്മാരാണ് സനാതന സംസ്കാരത്തിലുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്ത്രീകൾക്ക് അവർ കൊടുക്കുന്ന പരിഗണനയും മുൻഗണനയാണ് നിങ്ങൾ കാണുന്നത്. അതിൽ പിന്നെ കുന്ത പറയുന്നത് മുമ്പിൽ കൂടി കയറ്റണം, പിന്നിൽ കൂടെ കയറ്റണം. അത് പോയി കണ്ടില്ല. പറയുന്നത് നിങ്ങളുടെ ഉസ്താദുമാർ അല്ലേ? ഉസ്താദുമാരാണെങ്കിൽ അവരങ്ങനെയായിരിക്കും. അവർക്കങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കും. അവരുടെ സമൂഹത്തിനോടല്ലേ പറയുന്നത്. അത് നിങ്ങൾക്ക് എവിടെ കടിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ പോയി നിന്റെ അമ്മയെ പിടിച്ച് കുനിച്ചു ചേർത്തി ചെയ്യുന്ന ഉസ്താദ് പറഞ്ഞാൽ ഇല്ലല്ല. ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ ചെയ്തുകൊള്ളൂ എന്ന് അവരുടെ സമൂഹത്തിനോട് പറയുന്നത് കേട്ടിട്ട് നിനക്കൊക്കെ എവിടെ കുത്തിക്കഴപ്പളവണത്? നീയൊക്കെ എന്തിനു കഴയ്ക്കുന്നത്? നിന്റെ അമ്മച്ചിയെ പിടിച്ചു വെച്ച് കുനിയാൻ പറഞ്ഞ ഇല്ലല്ല. ഉസ്താദിന്റെ സമൂഹത്തിനോടല്ലേ പറയണത്. നിനക്കെന്ത് വിഷമം വരുന്നത്? എടാ കളി തരുമോയെന്ന് ചോദിക്കുന്നു അമ്മമാർക്ക്. ഇവിടുന്ന് കഷ്ടപ്പെട്ട് അവിടം വരെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. എന്നെ മനസ്സിൽ വിചാരിച്ച് നിന്റെ അമ്മയെ പിടിച്ച് മലത്തി കിടത്തി കളിക്ക്. നീ വന്ന സ്ഥലത്തേക്ക് തന്നെ നിന്റെ സുനാ കുത്തിക്കയറ്റ്. അതാണ് നല്ലത്. അനുചരന്മാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ വേദനിപ്പിച്ച തെളിഞ്ഞെ രക്ഷപ്പെടുത്തിയത് എന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതിൻ്റെ സ്വഭാവം കാണിച്ചു. ഞാനെന്തിന് എൻ്റെ സ്വഭാവം മാറ്റണമെന്ന്. അത് ശരിയാണ്. ഇതുപോലെ നിങ്ങളെ പലരും വിമർശിക്കുന്നത് അവരെ സ്വഭാവമല്ലേ? കറക്റ്റാണ്. മോശമായ മെസ്സേജ് വരുന്നത് വായിക്കാൻ നിൽക്കാൻ. ഞാൻ വായിക്കൂടെ? നിങ്ങളുടെ ജില്ല ഏതാണ്?
ലജ്ജയില്ലേ ഒരു കല്യാണം സാധനം എടുത്ത് അതിൻ്റെ രൂപമുണ്ടാക്കി ആരാധിക്കാൻ? ആ ഹാ ഹാ, അത് അങ്ങനെയല്ലല്ലോ പറയണത്, അതിനകത്തേക്ക് കയറിയിരിക്കുന്ന സംഗതിയാണ് എന്നല്ലേ പറയുന്നത്. നമുക്കും ഇതിൽ പാഠമുണ്ടല്ലോ. തീർച്ചയായിട്ടും. ടഫ് ഡയലോഗ്. തത്തോയി ഞാൻ വന്നു. ഓക്കെ, ആയിക്കോട്ടെ. ഇവന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മൊത്തത്തിൽ വ്യഭിചാരവും വ്യവഹാരവും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ചനാതനം പറഞ്ഞുകൊണ്ട് വരണം എന്ന് പറയുന്നത്. ഇവൻ പറയുന്ന ഇവ എനിക്ക് എഴുതിയിട്ടിരുന്നല്ലേ, ഞാനതാ പറഞ്ഞത്. ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് എല്ലാവരും ഭയങ്കര എന്തോ സംഭവമായിട്ട് എടുത്തു വെച്ച് പറയുന്നത് കേൾക്കാം. അതിൻ്റെ പിന്നിലൊരു വാക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാനല്ലല്ലോ, ശ്യാംകുമാർ പറയണ സാധനമല്ലേ ഞാൻ എടുത്തു വെച്ച് കേൾപ്പിക്കുന്നത്. അവരുടെ ആൾക്കാർ പറയുന്ന സംഗതിയാണ് നമ്മൾ എടുത്തു വെച്ച് കേൾപ്പിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തട്ട്. ആ പറയുന്ന ശ്ലോകം നമ്മൾ എടുത്തു വെച്ച് റിപ്പീറ്റ് ചെയ്താലും അത് തന്നെയല്ലേ കേൾക്കുന്നത്. ചാർവാകനെ കൊന്നു എന്തൊക്കെയോ കുറെ കഥകൾ ഇവരും പറയുന്നുണ്ടല്ലോ. ഇനി ഇതെല്ലാം പോട്ടെ, ഇവര് സ്വജാതിക്കാരെ കൊല്ലുന്നില്ല, മറ്റത് കൊല്ലുന്നില്ല, ഞാൻ പറഞ്ഞ കണക്ക് പുരങ്ങളെ കത്തിച്ചവൻ, ഇതൊന്നും നിങ്ങൾ എടുക്കണ്ട. എൻ്റെ ചോദ്യം, രാമന്റെ കഥ എടുത്തു വെച്ച് നിങ്ങളൊന്ന് കഥ പറഞ്ഞാണെങ്കിൽ കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്. രാമന്റെ ജനനം എങ്ങനെയാണ്? പായസം കുടിച്ചപ്പോൾ കൊച്ചുണ്ടായതാണ് രാമൻ. ഭരതൻ എന്ന് പറയുന്നത് ഈ പറയുന്ന രാമന്റെ അനിയനെയാണ്. അങ്ങേരെ പേര് വെച്ചിട്ടാണ് ഇവിടെ ഭാരതം ഉണ്ടായെന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ശകുന്തളയ്ക്കും ദുഷ്യന്തനും ഉണ്ടായ കൊച്ചാണ് ഭരതൻ. അവന്റെ പേര് വെച്ചിട്ടാണ് ഇവിടെ ഭാരതം ഉണ്ടായെന്നും പറയുന്നുണ്ട്. ഇതിലൊക്കെ അവിഹിതമില്ലേ? കല്യാണം കഴിച്ചാണ് അവർ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയത്. അതും ഇവളെ കല്യാണം കഴിക്കാനായിട്ട് ഇവളെ വന്ന് പ്രോഗ്രാം ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടാണ് അവൾ പ്രസവിച്ചത്. 3 വർഷം വരെ ഈ കൊച്ചു വയറ്റി കിടന്നെന്നാണ് ശകുന്തളം മഹാകാവ്യത്തിലുള്ളത്. അതങ്ങനെയാണ്. മഹർഷിമാർക്ക് അത്യാവശ്യം സുനാ പൊങ്ങിയപ്പോൾ ഉണ്ടാക്കിയതാണ്. അതൊന്നും ഈ ബോധമുള്ളവർക്ക് മനസ്സിലാവത്തില്ലേ? ചരിത്രം എടുത്തു വെച്ച് നോക്കി. അവിഹിതമില്ലാത്ത ഒരു മര്യാദയ്ക്കുള്ള ഒരെണ്ണം യുവമാരുടെ നിന്ന് എടുത്തൊന്ന് പറയണം. കുന്തി എത്ര? 6 എണ്ണം, 5 മക്കളെ 5 മാപ്പിളമാരിന്ന്, 6 പ്രസവത്തിൽ പിന്നെ രണ്ടെണ്ണം ഇരട്ടകളാണെന്നാണ് കേട്ടിട്ടുള്ളത്. സൂര്യൻ വന്ന് എന്നെ നോക്കിയപ്പോൾ സൂര്യന് കൊച്ചുണ്ടാവുമോ? ചുട്ട് പഴുത്തു പോകൂലേ? സൂര്യൻ എങ്ങനെ അപ്പത്തി തൊട്ട അപ്പം പഴുത്തു പോകൂലേടേ? എന്തൊരു കഥയടേ. വായു കയറി ഒരെണ്ണം, സൂര്യൻ വന്ന ഒരെണ്ണം, ആരൊക്കെ കയറി അങ്ങ് കൊച്ചങ്ങുണ്ടാവുകയാണ്. അത്രത്തോളം വിടക്കായിരുന്ന സ്ത്രീ എന്നല്ലേ അതിൻ്റെ ചുരുക്കം. നീ പോട്ടെ, അപ്പുറത്തുള്ള 100 എണ്ണത്തിൻ്റെ കഥ എടുക്കും. മാംസപിണ്ടം കണ്ടിച്ച് ക്ലോണിങ്ങിൽ കൂടെ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയെന്നു. അതങ്ങനെ ഒരു ജന്തു. ആയിക്കോട്ടെ. ഒരുത്തിക്ക് കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുത്തിനെ കണ്ടപ്പോൾ പ്രേമം തോന്നി. വന്നു ചോദിച്ചു, ശൂർപ്പണക ചേച്ചി എന്നെ കല്യാണം കഴിച്ചു എന്നത് സ്വാഭാവികമല്ലേ? ഒരു ഐ ലവ് യു അല്ലേ പറഞ്ഞുള്ളൂ. ഉടനെ അവളെ മൂക്കും മൂലയും വെട്ടിയേക്കുന്നു. മുത്തമരൽ പുരുഷോത്തമൻ. പുരുഷോത്തമനിക്ക് ഉടനെ കലി വന്നു. സഹോദരനെ ചോദിച്ച ഉടനെ ഉടനെ പുരുഷോത്തമൻ മുല വെട്ടിക്കൊടുത്തു, മൂക്കം വെട്ടിക്കൊടുത്തു. ഇതും നിലവിളിച്ചോട്ട് അവള് വീട്ടിൽ പോയി. രാജാവിൻ്റെ അനിയത്തിയെ കയറി വെട്ടിയ രാജാവ് വെറുതെ വിടുവോ? അങ്ങേര് വന്ന് അങ്ങേരെ പെണ്ണുമ്പളെ പിടിച്ചോണ്ട് അവിടെ കൊണ്ടുപോയി. 14 വർഷം എവിടെ കിടന്ന് കൊച്ചുണ്ടാക്കാൻ നോക്കിയിട്ട് കൊച്ചുണ്ടാവാതെ അങ്ങേരെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പെണ്ണുമ്പുള വയറ്റി ഗർഭിണി. ഉടനെ അത് അവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പറയണമെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുപോയി വെട്ടി കൊല്ലാനായിട്ട് അനിയനെ ഏൽപ്പിക്കുന്നു. കഥയാണ്, കഥ ഭയങ്കര കഥയാണ്. നീ സീത ജനിച്ച കാര്യം അറിയാമോ? കലപ്പയിട്ട് കിളച്ച ഉടനെ അതിൻ്റെ ഇടയ്ക്കൂത്ത് ഏതാ പെട്ടിക്കകത്തുനിന്ന് പൊങ്ങി വന്നതാണ് സീത ചേച്ചി. അതിനും തന്തയെന്നുള്ളേ ഇല്ല. അയ്യപ്പനിക്ക് ഇതപ്പനില്ല, അപ്പനില്ലാത്ത കുറേ എണ്ണ. എന്തോന്നാണ് ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ നമ്മൾ? ചന്ദ്രനെ നബി പുലർത്തിയ നുണയാണെന്ന് താത്ത തന്നെ പറയണത്. ഞാനെപ്പോൾ പറഞ്ഞടാ നായിൻ്റെ മോനെ? നീ കേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ അതിനെപ്പറ്റി വല്ല ഇവിടെ സംസാരിച്ച? നാളെ അവധിയല്ലേ? നേരത്തെ മോനോട് ചോദിക്കുന്നത് കേട്ട് അതുകൊണ്ട് പറഞ്ഞതാ. നാളെ അവധിയാണ്. കാലിക്കറ്റ് ബ്രോ, ഫാദർ മരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ഉള്ളത് അങ്ങനെ അബ്ദുള്ളയുടെ മകൻ ആക്കും. ഭൂമി പരന്നതാണെന്ന് കാക്കാമാർ പറയുന്നുണ്ടല്ലോ. അത് ബൈബിള് പറയുന്നുണ്ട്. ബൈബിളാണ് പറഞ്ഞത് ഭൂമി പരന്നതാണോ കറുത്താണോ എന്നുള്ളത്. ഇന്നും കാലങ്ങൾക്ക് ഇപ്പുറവും കാലത്തിന് അതീതമായി നിൽക്കുന്ന ഗ്രന്ഥം ഖുർആൻ തന്നെയാണ്. നിനക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട, ഞങ്ങളത് വിശ്വസിച്ചു. ഞങ്ങൾ അതുകൊണ്ട് ഇറങ്ങി വന്നിട്ട് പാണനെയും പറയനെയും ചൊക്കനെയും ചൊമ്മാട്ടനെയും എല്ലാം വെട്ടണം കുത്തണം എന്ന് പറയുന്നില്ലല്ലോ. ഒരുത്തൻ പാട്ട് എഴുതി ഉടനെ അവനെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് ചങ്കികൾ. ഇതെല്ലാം പോട്ട്. വിഷകല എന്ന് പറഞ്ഞ എന്തരായിരുന്നു? വിഷകലയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഇന്ന് വിഷകല പറഞ്ഞ എന്താണെന്ന് ഓർമ്മയുണ്ട? ഇന്ന് തള്ളച്ചി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഒരു കൊച്ചു ബിരിയാണി ചോദിച്ചെന്ന്, ബിർണാണി ചോദിച്ചെന്ന്. ആഹാരത്തിൽ പോലും ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കുന്ന മലരികൾ. നീയൊക്കെ കഞ്ഞിയും കപ്പയും കഴിച്ചുകൊണ്ടിരുന്ന കപ്പ പോലും ഡച്ചുകാരാണോ കൊണ്ടുവന്നത്? ഇവിടെയുള്ള സാർവത്രികമായ ഭക്ഷണങ്ങളെല്ലാം തന്നെ വിദേശീയർ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ബിർണാണി വന്നെന്നും പറഞ്ഞുകൊണ്ടാണ്. ആ കൊച്ചിൻ്റെ ആഗ്രഹം ബിർണാണി കഴിക്കണമെന്ന്.
അതിനത് കൊടുത്തു. ഉടനെ നീ കഞ്ചാവ് ചോദിച്ചാൽ കൊടുക്കുന്നു. ഈ തള്ളക്ക് 24 മണിക്കൂർ കഞ്ചാവിൻ്റെ ഓർമ്മയുള്ളൂ. യാതൊരു നേരം സെക്സ് വർത്താനം പറയുന്ന സനാതനികൾക്ക് 24 മണിക്കൂർ സനാതന മർമ്മത്തിൽ സെക്സിന്റെ ഓർമ്മയുള്ളൂ. അമ്പലങ്ങളിൽ പോയി നോക്കണം, അവിടെ കാണാല്ല പുറത്തോട്ട് കയറ്റുന്ന, പുറത്തോട്ട് കയറ്റുന്ന, അകത്തോട്ട് കയറ്റുന്ന, കീഴേ കൂടെ കയറ്റുന്ന. ഒരുത്തന്റെ കൂടെ 4 പെണ്ണുങ്ങളിൽ നിന്ന് 4 ഇടത്തുനിന്ന് 4 രീതിയിൽ കുത്തി കയറ്റുന്നതിന്റെ പിക്ചർ നിങ്ങളുടെ അമ്പലങ്ങളിലല്ലേ ഉള്ളത്? അതെന്തൊരു ആകാശത്ത് നിന്ന് എഴുതി വെച്ചതാ? ഒക്കെ കണ്ടും പഠിച്ചിട്ട് തന്നെയല്ലേ തച്ചന്മാർ ഉണ്ടാക്കി വെച്ചത്. അശിയല്ല വിഷയമല്ല, കട്ടൻ ചായ. ഷിർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇതാണ്, ഷിർക്ക് ചെയ്യുന്നതിനേക്കാൾ മാതൃഭോഗത്തിനേക്കാൾ ദ്രോഹമാണ് ഷിർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞോണ്ട് കിട്ടിപ്പോയി മാതൃഭോഗമുണ്ട്. അവൻ ആ ഒരു ഓർമ്മയില്ല. അമ്മച്ചിയുടെ വയറ് നോക്കി വെള്ളം ഉറക്കിയിരുന്ന നല്ല ലെവലാതിയാണ്. ആ തള്ള എവിടെയോ പോയ വഴിയിൽ ഏതോ ഒരു RSS കാരനിക്ക് ഉണ്ടായതാണ് അവൻ. അതുകൊണ്ടാണ് അവനിക്ക് ആ തോന്നൽ. സനാതനം തലേ കയറിയ തള്ളയെ പണ്ണണമെന്ന് തോന്നും. അത് സ്വാഭാവികമാണ്, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അതും കൊണ്ടിരിക്കുന്നത്. വേറൊരുത്തൻ ലിയാക്കത്തലി തക്കാളി 5 ലക്ഷം രൂപ പാവപ്പെട്ട മനുഷ്യൻ്റെ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ പണം കട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജുക്തിവാദിയായിട്ട് അങ്ങോട്ട് അഭിനയിക്കണം. ആരാടാ നീ? ഞാൻ ജുക്തിവാദിയാണ്. എന്താടാ നിന്റെ ജുക്തിവാദം? അതെനിക്ക് പൈസ കിട്ടണം. എന്തിനാടാ നിനക്ക് പൈസ? ഞാൻ പൈന കാത്തല മയ്യത്തുന അലഹത്തുലൂന്നാ പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കാശ് കിട്ടണം. നാട്ടുകാരെ പൈസ ഊമ്പി തിന്നുന്ന ഊക്കി തായോളി. എല്ലാം ചങ്കുറ്റിയുടെ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം. ഇനി ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം തെക്കന്. കുറേ സനാതന മൈരന്മാർ വന്നിരുന്ന് കമൻറ്റ് എഴുതുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണത് നിങ്ങൾക്ക് മറുപടിയില്ലേ? നിങ്ങൾക്ക് മറുപടി ഇട്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടത്ത് വേളം വെക്കുമോ? ഞാൻ എൻ്റെ വാട് നോക്കിയിരിക്കത്തില്ലേ? ഞാൻ അവന് വേണ്ടിയിട്ട് തന്നെ, എനിക്ക് വേറെ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് വിചാരം. ഞാൻ അവന് വേണ്ടിയിട്ട് തന്നെ മറുപടി എഴുതിയിട്ട് കൃത്യമായിട്ട് ഞാനത് പറയുകയും ചെയ്തു. ഞാൻ പറയുന്നുണ്ട്, ആദ്യത്തെ ഭാര്യ സമ്മതം കൊടുത്തില്ലെങ്കിൽ ആ വിവാഹം വസൂലാവത്തില്ല. അവിടെ തർക്കിക്കാം, പെണ്ണുങ്ങൾക്ക് ബുദ്ധി വേണം, പെണ്ണുങ്ങൾക്ക് ബോധം വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് അത് സമ്മതിച്ചു തരൂല അവൻ ഇങ്ങോട്ട് വരികയാണ്. ചുമ്മാ ഒരു കാര്യമില്ലാതെ എൻ്റെ തലയിൽ കയറാൻ വരും. ഈ തലയിൽ തട്ട ഇട്ടതൊക്കെയാണ് നിനക്കൊക്കെ വേദനയ്ക്ക് ഞാൻ തട്ട ഒരു ദൂരെ കളഞ്ഞു. തട്ട ഇടുന്നില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? തട്ടമാണ് നിനക്കൊക്കെ നോവുന്നതെങ്കിൽ തട്ട ഇടുന്നില്ല, ചൂടും എടുക്കുന്നു എനിക്ക്. തട്ട ഇടുന്നില്ല, എന്നിട്ട് നീ പറ താത്ത കൂത്താന്ന് പറഞ്ഞിട്ടിരിക്കാതെ ഇടുന്നില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? താത്തയുടെ കണ്ടന്റാണ് മുസ്ലിങ്ങളുടെ ഒപ്പം. ഞാൻ മനുഷ്യത്വപരിതമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ള. മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞാൻ മുസ്ലിമാണ്, എനിക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ എന്ത് എനക്കവിടെ നോന്ന് നീ മാറിയിരുന്നു മോങ്ങ് മൈരേ ദേഷ്യം വരുന്നു. പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു. സുലൈമാനെ ഇജ്ജ് പൈസ അയച്ചു തന്നേനാ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാനായിട്ട്? മിണ്ടരുത്. പെരുന്നാളിന് ഡ്രസ്സ് എടുത്തോ? എന്തൊരു ചൂടേ, എന്ത് പെട്ടെന്ന് ഇങ്ങനെ ചൂട്. വാട്ട് അബൌട്ട് ക്രിസ്ത്യൻസിന് ഇതുപോലത്തെ വട്ടുണ്ടാ? അവർ വന്നിങ്ങനെ വട്ടത്തരം പറയുന്നുണ്ടാ? സനാതന മതക്കാരല്ലേ അവരുടെ കാര്യം അങ്ങോട്ട് എഴുന്നള്ളിക്കാനായിട്ട് തള്ളിക്കൊണ്ട് വരുന്നത്. ഈ സ്വസ്തി പ്രജാപി എത്ര ദിവസം കൊണ്ട് അവൻ പറയണ്? എത്ര ദിവസം കൊണ്ട് അതിന്റെ വ്യാഖ്യാനം പറയും? നമുക്ക് 24 മണിക്കൂർ അതും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു വട്ടം പറഞ്ഞ് മനസ്സിലായില്ലേ, വീണ്ടും പറഞ്ഞ് മനസ്സിലായില്ലേ, പിന്നെയും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ എളുപ്പമാണോ? നിന്റെ ചോദ്യം എന്തൊരു മോനെ വജൻ PSA, അത് കേൾക്കട്ടെ. എന്ത് പറ്റി ഇത്ര ദേഷ്യം? ഒരു ദേഷ്യമില്ല. ചൂട്, കറണ്ട് ഇല്ലായിരുന്നു ഇത്രയും നേരം. സെഫീന കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്, അതും ഈ നാട്ടിലെ വിശ്വാസത്തിന്റെ ഭാഗം, അതും കൂടി പറയൂ. അത് മാത്രമാണോ? എന്തെല്ലാം വൈകൃതങ്ങളുണ്ട് നമുക്ക് പറയാനാണെങ്കിൽ. ഒരു 100 വൈകൃതങ്ങളുണ്ട്. 5 മിനിറ്റ് ബാങ്കിന് പറയണം. ബാങ്ക് ഇവർക്ക് സഹിക്കാക്കത്തില്ല. കാരണം സനാതന മർമ്മത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് അതിൽ വിളിച്ചു പറയണത്. ദൈവനിന്ദയാണെന്നാണ് പറയണത്, അല്ല അന്യമത്സരെ കൊല്ലാനാണ് പറയണത്. ഒന്നുമല്ല, ദൈവമാണ് വലിയവനെന്നും ബാക്കി എല്ലാവരും സമന്മാരാണെന്നും നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുവി എന്ന് മാത്രമാണ് അതിനകത്ത് പറയുന്നത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ദൈവം വലിയവനെന്നാണ്. അള്ളാഹു എന്ന് പറയുന്ന വേർഡ് തന്നെ അറബിക് വേർഡാണ്. അതിനകത്ത് അള്ളാഹു എന്നതിന്റെ മീനിങ് ദൈവം എന്നാണ്. അതിനകത്ത് എന്തെന്ന് അന്യമത്സരെ തെറി വിളിക്കുന്നത്? അള്ളാഹു വലിയവനാണ്. അതെ, അങ്ങനെ തന്നെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവമേ ഉള്ളൂ. അതെ, നിനക്ക് ആ ദൈവമായിട്ട് തോന്നുമെങ്കിൽ അത് ദൈവം തന്നെ. അതിനിപ്പോൾ എന്താ? ഇവർക്ക് എത്ര 33 കോടി ദൈവങ്ങളല്ലേ? ഇപ്പം ഈ 33 കോടി ദൈവങ്ങളെ എന്ന് വിളിക്കാൻ പറ്റുമോ? അത് നിങ്ങളിരുന്ന് വിളിക്കി. അത് അവരുടെ ആൾക്കാരുടെ അടുത്ത് വലിയ പ്രബോധനം കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഇത് എവിടെ തോന്നുന്നു നിനക്കൊക്കെ? കൃഷ്ണഭക്ത ഒരു വീഡിയോ കണ്ടാൽ അവളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു പോലെ
ഉണ്ട്. തട്ടം എവിടെ? തട്ടം കാലിൻ്റെ ഇടയിൽ. പോമയിരേ. എന്തുവാ ഷാജി മറുപടി കൊടുക്കാതെ ഡിലീറ്റ് ആക്കി വിട് ഷാജി പ്ലീസ്. നബിയുടെ പെണ്ണ് പിടുത്തവും പോക്സോ കേസ്. നബി പെണ്ണ് പിടിച്ചത് നീ ഒന്ന് തെളിയിച്ചാണ് ഞാൻ കാണട്ടെ. പോക്സോ കേസാണ്. ഞാനത് എത്രയോ വട്ടം പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഇവിടെ ശൈശവ വിവാഹം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തടിസ്ഥാനത്തിലാണ് അത് പോക്സോ എന്ന് പറയുന്നത്? പോക്സോ വന്നത് തന്നെ 2012. 2012 നബി ഉണ്ടായിരുന്നത്. നബി അതിന് മുമ്പേ ഉള്ള ആളല്ലേ? ഈ 2012 വന്ന പോക്സോ നിയമം നീ എങ്ങനെ അപ്പോഴത്തേനകത്ത് വെച്ച് കെട്ടും എന്ന് പറഞ്ഞാണ്. എൻ്റെ ഉമ്മച്ചിമ്മ കല്യാണം കഴിച്ച 12 വയസ്സിലാണ്. അപ്പോൾ പോക്സോയ്ക്ക് എൻ്റെ ഉപ്പുപ്പായ അറസ്റ്റ് ചെയ്യണ്ടേ? പോക്സോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവത്തിന് എടുത്തു വെച്ചതെന്ന് അടിമ കച്ചവടം നിർത്തലാക്കിയത് മുഹമ്മദ് നബിയാണ്. അത് വേണ്ട എന്ന് വെച്ചത് തന്നെ മുഹമ്മദ് നബിയാണ്. എന്താണ്? അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന് പ്രബോധനം കൊടുത്തില്ലേ? അതെന്താണ്? ചിന്തിക്കാൻ പറ്റുമോടാ നിനക്കൊക്കെ? വീട്ടിൽ വരുന്ന അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ചിന്തിക്കാൻ പറ്റൂ? അടിമ സ്ത്രീ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതെന്തിനാണ്? ആ ഉച്ചനീചത്വം ഇല്ലാതാക്കാനാണ്. അങ്ങനെയുള്ള ഉച്ചനീചത്വം വേർതിരിവുകൾ ഇല്ലാതാക്കാൻ മുൻകൈ എടുത്ത ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. എവിടെ ബോധമുള്ളവനിക്കല്ലേ മനസ്സിലാവുള്ളൂ. ശൈശവവിവാഹം എന്താ മോളെ? പ്രായമാകാത്ത പെണ്ണും പുരുഷനും ചെയ്യുന്നത് ആണ് അത്. ശൈശവവിവാഹം അതല്ലേ പറഞ്ഞത്. ശൈശവവിവാഹം എന്താണ്? മെൻസ്ട്രേഷൻ എത്ര വയസ്സിലാകും? 9 വയസ്സിലാകും. മെൻസസ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരീരം പാകമായി എന്ന് തന്നെയാണ്. ഈ പോക്സോയി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം വന്നത് 2012 തൊട്ടാണ്. നിനക്കൊക്കെ ഭ്രാന്താണെന്നുള്ളൊരു എന്താ പറയുക മറുപടി? അടിമയെ പൂശിയതും കുത്ത് നബിയാണ്. അർജുൻ എ അറയ്ക്കൽ. ശരിയാണടാ, ശരിയാണ്. എവിടെയാണ് കുത്തിയതെന്നും കൂടെ പറയാമോ? അടിമയെ പൂശിയ നിന്റെ അമ്മയെ പൂശി നാട്ടുകാര്. ഞാൻ 15 വയസ്സിൽ കല്യാണം കഴിച്ചു. ഇപ്പോൾ 27 വർഷമായിട്ടേ ഉള്ളൂ. സെബീന കറക്റ്റ്. ജാമിതയുമായി ഒന്ന് ഏറ്റുമുണ്ട്. ജാമിതയ്ക്കെതിരെ നല്ല പക്ക കേസ് കൊടുത്തിട്ടിരിക്കുകയാണ് ഞാൻ. മനസ്സിലായ? നിങ്ങളെ കണക്ക് ചുമ്മാ വായ്ത്താളം അടിപ്പല്ല. ഷെഫീന ആക്ഷൻ എടുക്കുന്നോളാം. ഈ പറഞ്ഞ എല്ലാ ചെറ്റകൾക്കെതിരെ ഞാൻ കൊണ്ടുപോയി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് നിൽക്കുന്നോളാം. വെറുതെ ഒന്നുമല്ലത്. അബ്ദുൾ ഉസ്താദ് റിപ്ലൈ തരാതെ മുങ്ങിയോ? നിന്റെയൊക്കെ കൾച്ചർലെസ് വർത്തമാനങ്ങൾക്ക് മറുപടി തരാൻ പണ്ഡിതരായവർക്ക് പറ്റത്തില്ല. കാരണം അവർക്കൊരു കൾച്ചറുണ്ട്. അപ്പനുണ്ടായ കുടുംബത്തിലുള്ള ആൾക്കാരാണ് അവർ. തന്ത ഉൾപ്പെടെ ഉള്ള കുടുംബത്തിലുള്ള ആൾ, കുടുംബത്തിൽ പറഞ്ഞവരാണ് പണ്ഡിതന്മാർ. അവർക്ക് നിന്നെയൊക്കെ പോലെ തരം താഴ്ന്ന വർത്തമാനത്തിന് മറുപടി തരാൻ പറ്റത്തില്ല. നീയൊക്കെ ചാക്കടയിൽ പിറന്നതാണ്. മനസ്സിലായില്ലേ? കണ്ട അണ്ടനും അടങ്ങോടനും ഒക്കെ തള്ളയെ പണിത് അങ്ങനെ പഞ്ചായത്ത് വാണങ്ങൾക്കുണ്ടായവർക്ക് മറുപടി അങ്ങനെ തരാൻ പറ്റുള്ളൂ. ഷെഫീന ഒലത്തി. നീ പിന്നെ പുളുത്തി. നീയല്ലേ ഇത് ചെയ്യുന്നത്? ഉണ്ടോ ഇല്ലെന്ന് നെറ്റിലടിച്ചു നോക്കടാ. ഷെഫീന കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോയി നോക്കടാ മൈരെ. ആരിഫിനെ ഒന്ന് വിളിച്ച് സംസാരിക്കടാ. അവനോട് ആദ്യം അവന്റെ പെറ്റ തള്ളയെ വിളിച്ചിട്ട് സോറി പറയാൻ പറ. എന്നിട്ട് എന്നോട് സംസാരിക്കുക. എൻ്റെ അടുത്ത് സംസാരിച്ച ഒരുപാട് ഡോക്യുമെന്റ് എൻ്റെ കയ്യിലുണ്ട്. ഇഷ്ടംപോലെ വായി തോരാതെ കൊടുത്തിട്ടുണ്ട്. ചെറുക്കൻ്റെ കൈയുടെ ചൂട് അറിഞ്ഞിട്ടുണ്ട് ആരിഫ്. ആ വിവരം അവൻ്റെ അടുത്തൊന്ന് പറയാൻ പറ. അപ്പം മിണ്ടുമെങ്കിൽ ആ വിവരം എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ പറയും. ചെവിള പുടക്കം ഒരെണ്ണം കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ കുട്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ആട്ടങ്ങ് ബൈബിൾ ഫുൾ വായിച്ചിട്ടുണ്ടോ? ബൈബിളിക വായിക്കാൻ ഞാൻ ക്രിസ്ത്യാനിയൊന്നും അല്ലല്ലോ, ഞാൻ മുസ്ലിം അല്ലേ. ഞാൻ ബൈബിൾ എന്തിനു വായിക്കുന്നത്? നീയൊക്കെ ഒരു കാര്യവും ഇല്ലാതെ ചനാതനം കൊതോന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് കിടന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് വായിക്കുന്നത്. അത് വായിക്കുന്ന മാത്രമല്ല, അത് പറയുന്നിടത്ത് പോയിരുന്ന് കേൾക്കുന്നത്. തകരാറ് എന്തെങ്കിലും ഉണ്ടോ, പറയുന്നത് നുണയാണോ എന്നറിയാൻ അതെടുത്ത് വെച്ച് വായിച്ചിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായതാണ് അത് സത്യമാണെന്ന്. ഏതോ ഒന്ന് കുറേത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ പോയി ലിപ്സ്റ്റിക് ഇട്ടിട്ട് 5 വയസ്സിലൊന്നും ഒരു കാലത്തും കല്യാണം കഴിക്കാറില്ല. ആണോ? എന്നിട്ട് കുമാരനാശം കല്യാണം കഴിച്ചപ്പോഴേ 5 വയസ്സല്ലേ ഉള്ളൂ. 6 വയസ്സുള്ള ആസിഫയെ കൊണ്ടുവന്ന് അമ്പലത്തിനകത്തിട്ട് ഊക്കാൻ നിനക്കറിയാമോ? അതിൻ്റെ ഇടുപ്പുടയ്ക്കാൻ നിനക്കൊക്കെ അറിയാമായിരുന്ന? അതെന്ത് അടിസ്ഥാനത്തിലാണ്? ഇന്ന് 2.5 വയസ്സ് 3 വയസ്സുള്ള കൊച്ചുങ്ങളെ പിടിച്ചു വെച്ച് ചെയ്യുന്നില്ല. അപ്പം റീസെൻ്റ്ലി അച്ഛൻ്റെ സഹോദരൻ ഒരുത്തൻ 2.5 വയസ്സ് 3.5 വയസ്സുള്ള കൊച്ചിന് 2 കൊല്ലമായിട്ട് ഉണ്ടാക്കണം എന്ന് പറയും. എന്തിനടാ അതിനകത്ത് ആ കിളിന്ത് സാമാനത്തിൽ നിനക്കൊക്കെ എന്തെന്ന് കിട്ടി? പൊടിക്കാ കൊച്ചിനെ പിടിച്ചു വെച്ച് അമ്പലത്തിനകത്തിട്ട്. അത് അമ്പലത്തിനകത്ത് ദൈവമല്ലേ ഇരിക്കുന്നത്? ദൈവം കണ്ടിട്ട് അനങ്ങാതിരുന്ന ദൈവം സൈക്കോ ആണോ? സൈക്കോ ദൈവം കണ്ടോണ്ടിരുന്ന കൊച്ചിന് കഞ്ചാവ് കൊടുത്തിട്ട് കൊച്ചിനെ എത്രയോ ദിവസം വെച്ചിരുന്ന് ചെയ്യാനായിട്ട്? 3.5 വയസ്സുള്ള കൊച്ചിനെ കാൽ തൂക്കി തറയിലടിച്ചു കൊന്ന്. നീയൊക്കെ മനുഷ്യനാണോടോ ഇതിനെയൊക്കെ വക്കാലത്ത് പറയാൻ?
മദ്രസയിൽ പഠിക്കാൻ വരുന്ന ആണുങ്ങളെ കളിക്കാം, ഉസ്താദന്മാർക്ക് അതിന് കുഴപ്പമില്ലല്ലേ? ആണോ? പശുവിനെ കളിക്കുന്ന കണക്കല്ലല്ലോടാ. അത്യാവശ്യം ഗേ സെക്ഷലൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരും. പശുവിനെ വീട്ടിൽ വളർത്തുന്ന പശുവിനെ കയറ്റുന്നവന്മാരല്ല പോലെയല്ല. ശാഖയിൽ അതല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശാഖാകുണ്ടന്മാര് പശുവിനെ അല്ലേ പണിയുന്നത്. വീട്ടിൽ വരുന്ന കൊച്ചു പിള്ളേരെയും പശുവിനെയും പണ്ണുന്നവന്മാരാണ് വന്ന് കഥ പറയണത്. മദ്രസയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടി എടുത്തിട്ടുമുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പ്രതിഷേധം. നല്ല കാര്യം. ടൈപ്പ് ചെയ്തപ്പോഴേക്കും ഷെഫീന മറുപടി കൊടുത്തു. അത്രയുള്ളവരുടെ യവന്മാർക്ക് മറുപടി കൊടുക്കാൻ ആരും ഇല്ല. യവന്മാർക്ക് എന്ത് തോന്നിവാസവും പറഞ്ഞു കളയാന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ടാണ് സംഘികൾക്ക് എന്ത് പോക്കൃത്തരവും കാണിക്കാം. ഇവിടെ കാണിക്കുന്ന ഇപ്പോൾ റീസെൻ്റ്ലി എത്ര പേരെയാണ് പിടിച്ചത്? എത്ര പേരെയാണ് രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ചത്? എത്ര എണ്ണത്തിനെ പിടിച്ച്? എത്ര പേര് അത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു? ഇതൊരു ഇസ്ലാം ആയിരുന്നെങ്കിൽ യവന്മാർ വിടുമായിരുന്ന? ഇവിടെ വ്ളോഗിങ്ങിന് പോയി ഇല്ല പയ്യൻ അവിടെ ഇസ്രായേലിൽ പോയതിന് തന്നെ എന്തെല്ലാം പറഞ്ഞ്. ഇപ്പൊ എത്ര എണ്ണത്തിനെ പിടിച്ചോളുമാരൊക്കെ ആരായിരുന്നു? ഇവിടുന്ന് കൂട്ടിക്കൊടുപ്പ് ഇതിനല്ലേ ചാര വനിത. 24 മണിക്കൂറിന് ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ 2 വർത്താനം പറഞ്ഞുകൊണ്ട് ഷെഫീനെ ചാര വനിത. തെളിവ് പോയി നാറി, തെളിവ് പോയി നീ. ഞാൻ ചാര വനിതയാണെങ്കിൽ നീ തെളിവ് പോയി. സോംബികളെ നന്നാവൂല. അല്ല ഇവറ്റകളെ നമ്മള് മൗനമായി ഇരിക്കെ പിന്നെന്താ തീവ്രവാദിയാക്കുക, രാജ്യദ്രോഹിയാക്കുക, ഇത്യാദി വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുമെന്നാ വിചാരിക്കണം. എടാ, ഈ നാട്ടിൽ സ്വാതന്ത്ര്യം നേടിത്തരാനും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും മുൻനിരയിൽ നിന്ന് നമ്മളെ ബാധിക്കാത്തൊരു പ്രശ്നമായിട്ട് പോലും പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് മുൻനിരയിൽ നിന്ന മനുഷ്യരുടെ ആയിട്ടുള്ളവരാണ് എൻ്റെ പൂർവികർ. ആ പൂർവികരുടെ ബ്ലഡ് തന്നെയാണ് എൻ്റെ ശരീരത്തിൽ ഓടുന്നതെങ്കിൽ നിനക്കൊക്കെ ഉള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഒരു മയിലും എനിക്ക് പേടിയുമില്ല. വന്നേക്കാണ് കൊണ പറയാനായിട്ട്. ചാരവനിത അവൻ്റെയൊക്കെ അമ്മയാണ് ചാരവനിത. കൊണ വർത്താനം. എടാ കുറെ നാളുണ്ട് നീയൊക്കെ പറയല്ലേ, ഉടനെ അകത്താകും അതാകും. 4 കൊല്ലം മുമ്പ് പറഞ്ഞായിരുന്നല്ല ഗുജറാത്തിൽ ഒരു തക്കാളി ഭരിച്ചതിന്റെ കൂടുതലാണ് ഈ ബുദ്ധിമുട്ട് അത്രയും ഉണ്ടായിരുന്നു. എന്നിട്ട് നീയൊക്കെ മുക്കി കയറ്റിയ പച്ചക്കെങ്കിലും അങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തിനൊക്കെ ചെയ്ത്? നീ വാട എന്നെ ഉണ്ടാക്കാനായിട്ട് അത്ര ക്യാമ്പിയറുള്ളവന്മാർ വാ കാണട്ടെ. ഇപ്പം അങ്ങ് ഉണ്ടാക്കിക്കളെ, ഇപ്പം അങ്ങ് ഒലത്തിക്കളെ. നീയൊക്കെ വറുത്തൊക്കെ വന്നേക്കുന്നു. നീയൊക്കെ പറഞ്ഞ ഉടനെ ഇവിടെ വേറെ ആരും ഇല്ല. ഞാൻ കൊടുക്കുന്ന ടാക്സും കൂടെയാണ് നീയൊക്കെ ഇരുന്ന് തിന്നുന്നത്. അത് മറന്നു പോകണ്ട. ഓസിനൊന്നും അല്ലല്ല. അങ്ങ് ഓടിച്ചു കളയാ, അങ്ങ് ഇറക്കി കളയാ, എന്ത് തോന്നിയാസം പറഞ്ഞു കളയാ. കേട്ടോണ്ടിരിക്കുന്ന വേറെ പെണ്ണുങ്ങളെ കിട്ടിയാൽ മതി. എന്നെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. വെട്ടിയാൻ വിടുന്ന ആയിക്കളെ ചാങ്കി നാറികള് കുറെ എണ്ണം വന്ന് വാർത്താപരാധം അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. ഞാനിന്ന് അത് ഉദ്ദേശിച്ചിട്ടില്ല, ഞാനത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിയിൽ ചില പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. അവർക്കത് മനസ്സിലാകാത്തുണ്ട്. ഞാനതാ പറയാം, മതം പഠിക്ക് പെണ്ണുങ്ങളെ എന്നാ പറയണേ. നിങ്ങൾക്ക് ഫേവർ ആയിട്ടൊരു 100 കാര്യം അതിനകത്തുണ്ട്. നിങ്ങൾ മതം പഠിക്കൂ. മതം പഠിച്ചിട്ട് മതം ഫോളോ. നിങ്ങൾക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുള്ള ഇപ്പൊ മിക്സഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് മറ്റു പെൺകുട്ടികൾ അരയും കുറേയും ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതുപോലെ നടക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിയർക്ക് എതിർക്കപ്പെടാനുള്ള ഒരു നിയമവും ഇസ്ലാം മതത്തിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം, നിങ്ങൾ അങ്ങനെ ഉരുകി പറഞ്ഞുകൊണ്ട് നടക്കി വേണ്ടാന്ന് പറയുന്നില്ലല്ലോ. ഇല്ലാ വചനം പൊല്ലാ വചനം എന്തിനുണ്ടാക്കുന്നത്? എനിക്ക് ജാമ്യത എടുത്ത് എതിർപ്പ് വരത്തില്ലായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി ജാമ്യത ഇരുന്ന് പറയുന്നത് കേട്ടപ്പം ഫസഹില്ലാന്ന്. ഇവളാണോ പണ്ഡിത? അത് ശരിയാ, പണ്ഡിതയാ. അല്ല പണ്ഡിതയല്ല. അതിൽ നിന്നാണ് ഞാൻ കള്ളത്തരം കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് അവളെ കാര്യങ്ങൾ വേറെ ബോർഡ്സ് ഞാൻ എടുക്കാൻ പോയത്. അപ്പം മനസ്സിലായ കാര്യമാണ്. വെറുതെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ ഇളക്കി വിടാനും അവർക്ക് അനാവശ്യമായ സൂചനകൾ കൊടുക്കാനും അവരെ കൊണ്ട് വാളെടുപ്പിക്കാനും വേണ്ടി നീയൊക്കെ നടത്തുന്ന ഈ കുതന്ത്രം ഉണ്ടല്ല, അതെന്താടാ? നിങ്ങളുടെ ജാതിയെ വേർതിരിവരം മാത്രം നിങ്ങളെ കൊണ്ട് പറ്റാത്തത്. NSS അതൊരു സംഘടന. മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ നിനക്കൊക്കെ എവിടെ എടുക്കുന്നത്? അതെന്താണ് അണ്ടി വിറയ്ക്കുന്നത്? മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പം ഇസ്ലാമിയർ ഒന്നിക്കുന്ന കേൾക്കുമ്പോൾ നിനക്കൊക്കെ എവിടെ നോവുന്നു? അതെന്താ നിനക്ക് ഇത്ര പ്രയാസം? എന്ത് ഇസ്ലാമിയർ അത്ര പേടിയാണോടാ? കണ്ടിട്ടില്ലേ നീ? അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എത്രയോ നല്ലവരായ മനുഷ്യരുണ്ട്. ഇവിടെ CH മുഹമ്മദ് കോയ എനിക്കൊന്ന് ഏറ്റവും ചെറിയ രീതി കുറച്ച് നാളുകൾ മാത്രം മുഖ്യമന്ത്രി പദത്തിലിരുന്നതാണ്. നമ്മൾ 26%. നമുക്കങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ലേ? 12% വരുന്നവർ 10ഓളം മന്ത്രിമാരായിട്ട് ഇരിക്കുന്നു. ആ ഒരു ബോധോദയം നിങ്ങൾക്ക് ഉണ്ടാകാത്തിടത്തോളം ഇതുപോലുള്ള വൃത്തികേടുകളും അച്ചടുകളും നമ്മൾ കേൾക്കേണ്ടി വരും. എത്ര കാലം കേൾക്കും? അടിച്ചോടിച്ചാ ഓടാൻ നിൽക്കുകയാണോ നിങ്ങൾ? എവിടോട്ട് ഓടാൻ നിൽക്കുന്നു? പാകിസ്ഥാനി പോടാ, പാകിസ്ഥാനി പോടാ. നിന്റെ അച്ഛൻ പോടാ പാകിസ്ഥാനി നാറി.
ആരുടെ പാകിസ്ഥാനി പോകാൻ നിൽക്കുന്നേ? ആരുടെ പാകിസ്ഥാനി? നിന്റെ തന്ത പാകിസ്ഥാനി. ചുമ്മാ ഒന്നിനു മുമ്പേ അങ്ങോട്ട് പറയും പാക്കിനെ ഇഷ്ടം. ഈ ആർക്കടാ പാക്കിനെ ഇഷ്ടം? അതിന് പോയി നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം. അവനവന്റെ അഭിപ്രായ സ്വത്ത്. ഇപ്പൊ ഇത്രയും വലിയൊരു വൃത്തികേടല്ലേ അഖിൽമാരാര് പറഞ്ഞത്? രാജ്യദ്രോഹ കുറ്റമല്ലേ അവൻ പറഞ്ഞത്? രാജ്യദ്രോഹപരമായ ഒരു സാധനമല്ലേ? ഉടനെ അവന് ജാമ്യം ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പിടിച്ചിടാൻ പറ്റിയ എന്തുകൊണ്ടാ? എന്നിട്ട് അവൻ നെടുനീളത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെ അവൻ തൂക്കി ഇവൻ തൂക്കി എന്ന് വെച്ചാൽ ഒരു രാജ്യദ്രോഹിയെ സപ്പോർട്ട് ചെയ്തത് VD സതീശൻ, രാജ്യദ്രോഹിയെ സപ്പോർട്ട് ചെയ്തത് സുരേഷ് ഗോപി, രാജ്യദ്രോഹിയെ സപ്പോർട്ട് ചെയ്തത് BJP നേതാക്കന്മാരെന്ന് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവർ രാജ്യദ്രോഹപരമായ ഒരു നുണ പടുത്ത് വിട്ടിട്ട് അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പറ്റാത്തവന്മാരാണ് ഇസ്ലാമിക രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ യഥാർത്ഥ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് സംഘികളാണ്, RSSകാരാണ്. ആ നാറികളാണ് രാജ്യദ്രോഹികൾ, അല്ലാതെ ഇസ്ലാമിയരല്ല. തലയ്ക്ക് വെളിവില്ലാത്ത ഒരു വൃത്തികെട്ടവനെ കൊണ്ടുവന്നിരുത്തി അവനെ കൊണ്ട് കൊണ നാളത്തെ വർത്തമാനം. ഇനി അവൻ മൈക്ക് കൊടുത്തോണ്ട് ഇറങ്ങട്ട്, അവന് രാജ്യസ്നേഹം എന്തെന്ന് ചെവീനെ പഠിപ്പിച്ചു കൊടുക്കും. മനസ്സിലായ? അടുത്ത മറ്റവളായിട്ട് ഒരുത്തിയെ കൊണ്ട് നടക്കുന്നു. എന്നിട്ട് അവക്കും ബോധമില്ല, അവളെ ജൂനിയർ എന്ന് 100 വട്ടം പറഞ്ഞ് കളിയാക്കുന്നവൻ കേടിയ. സത്യം സംഖ്യകളാണ് ശരിക്കും പോകേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, 32 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദേവിയുടെ ഫോട്ടോ വരച്ചു എന്ന് പറയുന്നുണ്ട്. ആർട്ടിനെ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കലയാണത്. MF ഹുസൈൻ അദ്ദേഹം വരച്ച ഒരു കലയെ 32 വർഷങ്ങൾക്ക് ഇപ്പുറം, 32 36 എന്ന് ഓർമ്മയില്ല, 36 വർഷങ്ങൾക്ക് ഇപ്പുറം ഇവന്മാർക്ക് പ്രശ്നം ഉണ്ടായി. നിരന്തരം കേസ് കൊടുപ്പ്. അവസാന നിമിഷവും ഖത്തർ നാഷണാലിറ്റി കൊടുത്തിട്ട് പോലും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇന്ത്യനായി മരിക്കുന്നതിന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് മക്കൾ വിട്ടില്ല. മക്കൾക്ക് ആ വാശി ഉണ്ടായിരുന്നു. അവർ മൂലമാണ് ഇവിടെ ഉന്നമനം വന്നത്, അവർ മൂലമാണ് ഇവിടെ നവോത്ഥാനം വന്നത്. നാരായണ ഗുരുവിന്റെ കൂടെ നിന്ന ഏതെങ്കിലും ഒരു മൗലവിയോ ഏതെങ്കിലും, നിങ്ങൾ എത്ര പേരുണ്ട്? അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്, എത്ര പേരുണ്ട്? ആരെങ്കിലും മതം വിട്ടവരാണോ? യുക്തിവാദിക്കൊപ്പം നിന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിയർ മതം വിട്ടിട്ടാണോ കൂടെ നിന്നത്? അല്ല. യുക്തിവാദികൾക്കൊപ്പം സഹവസിക്കാൻ അവർക്ക് സാധിക്കുന്നത് യുക്തിഭദ്രമായ കാര്യങ്ങൾ ഇസ്ലാമിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണവും അത് തന്നെയാണ്. സമത്വ സുന്ദരമായ ഒരു പ്രത്യയ ശാസ്ത്രമാണ് ഇസ്ലാം. അത് മനസ്സിലാക്കുന്നവർക്കാണ് യുക്തിവാദികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇസ്ലാമിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ യുക്തിവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ആ സമത്വം ഉള്ളത് കൊണ്ടാണ്. അത് നാരായണ ഗുരുവിന്റെ സൗഹൃദ വലയം ഒരു എടുത്തു നോക്ക്. ആരാ കൂടെ ഉണ്ടായിരുന്നേ? ഇന്നും ആ മണ്ഡപത്തിന് പൈസ കൊടുത്തത് യൂസുഫ് അലിയ. എന്തടിസ്ഥാനത്തിലാ? മനുഷ്യത്വപരമായ കാര്യങ്ങൾ മാനവികമായി പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? ഇസ്ലാമിയർക്ക് മാത്രമേ ഉള്ളൂ. കുറെ കാരണദൂതന്മാരായ കുറെ വൃത്തികെട്ട കുറെ പണ്ഡിതന്മാർ കയറി കുത്തിപ്പിടിച്ചിരുന്നിട്ട് അതിനകത്ത് വൃത്തികേടാക്കി വെക്കുന്നത് കൊണ്ട് മാത്രം വക്രീകരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. അവർ മൂലമാണ് ഇവിടെ എല്ലാ നവോത്ഥാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് നന്ദി കെട്ട പന്നികളാണ്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്ന കോരായണ എന്ന് പറയുന്നവന്മാരാണ്. ഈഴവ സംഖ്യകളെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. നിനക്കൊക്കെ നാണയില്ലേടാ? നീയൊക്കെ എന്നടാ വഴി നടക്കാൻ തുടങ്ങിയത്? നിനക്കൊക്കെ എന്നടാ അമ്പലത്തിൽ കയറാൻ പറ്റിയത്? 4 പേര് അറിയുന്നിടത്ത് കയറി നിൽക്കാൻ നിനക്കൊക്കെ എന്ന് സാധിച്ചടാ? അത് ആ ചെറുക്കൻ പറഞ്ഞ ഉടനെ അവനെ ഉടനെ സുഡാപ്പിയാക്കി. ഇനി അവന്റെ അമ്മയുടെ ഫോട്ടോ ഒരു സുഡാപ്പിടി കൊണ്ട് കൊടുത്ത ഉടനെ അവൻ സുഡാപ്പിയായി. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ അവന്റെ സുരായും കൂടെ മുറിച്ചങ്ങ് ചേർത്ത ശുഭം. വിവരവും ബോധമുള്ളവരുടെ അടുത്തല്ലേ സംസാരിക്കാൻ പറ്റും. മുത്തങ്ങ സമരത്തിനെ പറ്റിയും മുത്തങ്ങയുടെ ഇതിപ്പോ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്, പോയി കാണണ്ട നാറികളെ. ഈ ചരിത്രത്തിൽ നടക്കുന്ന ഇതേപോലുള്ള കാര്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധ്യമായ ആര് അത് ചെയ്താലും അവർ യഥാർത്ഥ രാജ്യസ്നേഹമുള്ളവരാണ്. ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അതായത് ഒരാൾക്ക് വേണ്ടി സംസാരിക്കുക, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നിഷ്പക്ഷമായി നിൽക്കുന്ന ഏത് വ്യക്തിയും രാജ്യസ്നേഹിയാണ്. അല്ലാത്തവൻ രാജ്യദ്രോഹിയാണ്. ഒരു പൗരന് വേണ്ടിയിട്ട് മറ്റൊരു പൗരനെ കൊല്ലണമെന്ന് പറയുന്നവൻ രാജ്യദ്രോഹിയാണ്. നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഇതേപോലെ നിൽക്കുന്ന, ഇങ്ങനെ അപരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നവൻ രാജ്യസ്നേഹിയാണ്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത്. സുകുമാരന്റെ മകനെ ഉടനെ എന്തെല്ലാം പറഞ്ഞു? അവന് മിണ്ടാക്കൂലപ്പം. അവന്റെ ഫോട്ടോ ഇട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. എന്താടാ അവൻ പറഞ്ഞാൽ എന്താണോ കുഴപ്പം? ഗുജറാത്തിൽ എത്ര പെണ്ണുങ്ങളാടാ റേപ്പ് ചെയ്തത്? ഇതാണോടാ യുദ്ധം? നിങ്ങൾ ആരെങ്കിലും തല്ലിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, അവർ ആണുങ്ങളെ കൊല്ലുമ്പോൾ തന്നെ തീർന്നില്ലേ? നിങ്ങൾ എന്തിനാ പെണ്ണുങ്ങളെ കുത്തിക്കയറ്റാൻ പോകുന്നേ? അപ്പൊ സ്ത്രീകളോട്, എടാ പെണ്ണുങ്ങളോട് അടികൂടി ജയിക്കാൻ നിൽക്കുന്ന നീയൊക്കെ മനുഷ്യനാണോടാ? സംഘിവാണങ്ങളെ, നിനക്കൊക്കെ എത്ര ക്വാളിറ്റി? ലോകത്ത് ഏതെങ്കിലും ഒരു സംഘിക്ക് ക്വാളിറ്റി ഉണ്ടാടാ? ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും ഒരു നാറി ഉണ്ടാടാ സംഘിയായിട്ട്? ഒന്ന് കാണിച്ചു തരാമോ? സ്ത്രീകളോട് അവരെ കൊണ്ട് അമ്മമാരെ ഓർമ്മ വരത്തില്ലടാ ഒരു പെണ്ണിനെ തല്ലുമ്പോ? Yeah, I ordered. ഒരു ബോധം പരബോധം ഇല്ലാത്ത തൊട്ടികൾ.
എടാ മുറിയണ്ടിന്ന് തന്നെ വിളിക്കും, മുറിച്ചാ മുറിയണ്ടിന്ന് തന്നെ വിളിക്കും. അതിപ്പോ എന്റെ കൂട്ടർ തെറ്റ് ചെയ്താലും തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയും. അണ്ടി മുറിച്ചിട്ടല്ലേ വിളിക്കുന്നത്. മുറിയാത്തോമാരെ ഞാൻ കയറി വിളിക്കുന്നില്ലല്ല. നിന്നെയൊക്കെ ഞാൻ മുഴുത്തണ്ടിന്ന് വിളിച്ച ഇല്ലല്ല. അണ്ടി മുറിച്ച മുറിയണ്ടിന്ന് തന്നെ വിളിക്കും. ഇനിയിപ്പോ എന്താ ഉമ്മയുടെ അടുത്ത് മുറിക്കാൻ ഞാൻ പറഞ്ഞ എനിക്കത് ഇഷ്ടമില്ല, അത് ഞാൻ ഇപ്പോഴും ഇഷ്ടമില്ലെന്ന് തന്നെ പറയും. ഇനിയിപ്പോ എന്ത് തന്തയില്ലാത്തവരൊന്നും വിളിക്കുന്നില്ലല്ലോ നാറി. കാഫിറിനെ കൊല്ലണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? എപ്പോ പറഞ്ഞ്? യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാഫിറിനെ അല്ല പറഞ്ഞത്. അന്ന് യുദ്ധം നടക്കുകയാണ്. യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് എടുത്തു വെച്ചുകൊണ്ട് പറയുന്നത്. മലയാളിയാണോന്ന്? എടാ തൗക്കുടു ബാവേ, എടാ കാക്ക കഴിവേറി നിനക്ക് എന്താ ഞാൻ പറയണ മലയാളമായിട്ട് എനിക്ക് തോന്നുന്നില്ലേ? അശ്വമേധയാഗത്തിനെ പറ്റി പറയട്ടെ. എന്താണ് അശ്വമേധയാഗം? കുതിരയെ ഒഴുക്കി അങ്ങോട്ട് പറഞ്ഞു വിടും. ആ കുതിര പോകുന്നിടമെല്ലാം സ്വന്തം രാജ്യമായിട്ട് പിടിച്ചു കിട്ടും. ശരിയല്ലയോ? അങ്ങനെയല്ലയോ? എന്നിട്ട് അവസാനം കുതിര വരുമ്പോ എന്തോ നീയും ആ കുതിരയുടെ കൂടെ രാജാവിന്റെ പത്നി പ്രാപിക്കണം. എന്നാലേ അശ്വമേധയാഗം അങ്ങോട്ട് പൂർണ്ണാവുള്ളൂ. തർക്കമുണ്ടാ? എന്നാ ഞാൻ നാളെ അശ്വമേധയാഗത്തിന്റെ ചരിത്രം എടുത്തു വെച്ച് പറയാം. കേൾക്കുന്ന വരാതെ വർത്താനം. രാജ്ഞിക്ക് പോലും ഗതിയില്ല. രാജാവിന്റെ ചട്ടവട്ടങ്ങൾ കുതിരയുടെ കൂടെ സെക്സ് നടത്തേണ്ടി വരുന്ന. ഇസ്ലാം ലോകത്ത് സമാധാനം വാരി വിതർന്ന മതം തന്നെയാണ്. അല്ല എന്ന് പറയാൻ നിന്നെ പോലുള്ള സംഖ്യകൾക്ക് പോലും ആഹാരം തരുന്ന മതമായതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷൻ തരേണ്ട കാര്യമൊന്നുമില്ല. ഒരു തർക്കവും ഇല്ല. മനസ്സിലായ? തീർന്നു. എൻ്റെ എനർജി തീർന്നു. ചുമ്മാ എൻ്റെ അടുത്ത് കൊരുക്കാൻ വരരുതേ എച്ചക്കലകളെ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതുപോലെ വിനോദേ, എടാ കൊച്ചലവലാതി RSS നാറി സംഘി വീട്ടിൽ കയറി പൊട്ടിക്കും ഞാൻ നിന്നെ, എന്നെ ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ അടുത്തൊന്നും ഒരു മൈക്രാഞ്ചി എനിക്ക് പറയാനില്ലടാ. ആയിരം കണ്ണുള്ള 1000 യോനിയുള്ള ഒരുത്തൻ 1000 കണ്ണാക്കി കൊടുക്കുന്നു പാർവതി. കണ്ടവന്റെ പെണ്ടാട്ടിയെ പോയി പണ്ണുന്നു. അവിഹിതവും അരാജകത്വം അല്ല, ഒരു മലരും ഇല്ല അതിനകത്ത്. മൊത്തം അവിഹിത കഥ. ആണും കൂടെ ഡിങ്കോലാഫി ഉണ്ടായി, കൊച്ചുണ്ടായി. എന്നിട്ട് കൊച്ചിനെ നാട്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. കാട്ടിൽ പട്ടിയും പൂച്ച ആനയൊക്കെ കിടക്കുന്ന കാട്ടിലോട്ട് കൊച്ചിനെ അങ്ങോട്ട് തള്ളി കൊടുത്തു. അവസാനം പുലിപ്പാല് കൊണ്ടുവന്ന് പറഞ്ഞ് തള്ള നാടകം കാണിക്കുന്നു. എന്നിട്ട് പുലിപ്പാൽ എടുക്കാനായിട്ട് കാട്ടിലോട്ട് പോകുന്നു. അവസാനം പുലിയേയും കൊണ്ടുവരുന്നു. പിന്നെ എവിടെ പോയി കുത്തിയിരിക്കുന്നു. അവിടെ പെണ്ണുങ്ങൾ കയറാൻ പാടില്ലെന്ന് പറയുന്നു. ഒരു 100 സാധനം ഉണ്ടല്ലോടാ. ആദ്യം അതൊക്കെ ഒന്ന് തിരുത്തും. എന്നിട്ട് ഇങ്ങോട്ട് വാ. കല്ലിലും കണ്ട മരത്തിലും ഒക്കെ ദൈവത്തിനെ കാണുന്ന നിങ്ങൾക്ക് സഹജീവിയെ മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ലടാ. സഹജീവിയെ മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ലേ? അതകൃതൻ, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, തിന്നാൻ കൊടുക്കൂല. പക്ഷെ അവന്റെ പെണ്ണ് കൊള്ളാം, പെണ്ണിന്റെ അപ്പം കൊള്ളാം. യോനി അമ്മക്ക് മുഖ്യം. യോനി ഇല്ല അമ്മക്കൊരു കളിയില്ല. കഴിച്ചില്ല എന്ന് കണ്ടില്ലേ? ഞാൻ തിരുന്നത് കാണുന്നില്ലേ? ചുമ്മാ എന്തരച്ച് വർത്താനം കൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കോളും. ഒരു ഗതി പരഗതി ഇല്ലാതെ എൻ്റെ നേരെ കയറലാണ് പരിപാടി. മാധവ് എടാ പോടാ നാറി. നിന്നെ കൊണ്ടൊരു വാഴ. നീ ഇവിടെ ഒന്ന് കമന്റ് ഇടാ. നിന്റെ അഡ്രസ്സ് ഉൾപ്പെടെ ഞാൻ പൊക്കും. ഞാൻ നിന്നെ നിനക്ക് എത്തി കൂടുന്നുണ്ട്. ജൂതനെ മനുഷ്യനായി കാണാൻ പറ്റില്ലെന്ന് ഞാനല്ലോ. ഹിറ്റ്ലർ പറഞ്ഞിട്ട് പോയില്ലേ, 5-6 ജൂത നായ്ക്കളെ ഞാൻ വിട്ടിട്ട് പോണ്, നീയൊക്കെ അനുഭവിക്കുമെന്ന്. അതുപോലെ അനുഭവിക്കുന്നുണ്ടാ? എടാ വീട്ടിനകത്തേക്ക് കിടക്കാൻ സ്ഥലമില്ല, കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വീട്ടിലേക്ക് വന്നാൽ അവൻ അത് കൊടുത്ത് അവനൊരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നിന്റെ ഭാര്യയുടെ കട്ടിലിൽ കയറി കിടന്ന് നിന്റെ ഭാര്യയെ പ്രോഗ്രാം ചെയ്യുന്ന കാണുന്നത് പോലെയാണ് ജൂതൻ. അവനെ വിശ്വസിക്കരുത്. അവൻ വീട്ടിനകത്ത് കയറി അതാ ചെയ്യുക. ജൂതന് വക്കാലത്തും പറഞ്ഞുകൊണ്ട് വരിക. സജീന, ഇത് ആദ്യമേ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാനിത് ചുമ്മാ വന്നതാ. ആദ്യമേ കണ്ടാലേ ഞാൻ പറയുന്ന പിടി കിട്ടുള്ളൂ. ഇപ്പം ഇടയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പോവുക. അതാ നല്ലത്. തക്കുടുവാവേ പോ. നാട്ടുകാരെ വലിപ്പിക്കാതെ അനാവശ്യ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്ന് കയറരുത്. മനസ്സിലായില്ലേ? ഞാൻ മതവും കൊതവും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആളൊന്നുമല്ല. ചോദിച്ചതിന് ഞാൻ കൃത്യമായി എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുന്ന തക്കവണ്ണം ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു വന്നതിനപ്പുറം
എന്താ ഇവിടെ ഒന്നുമില്ല അമ്മ. ചെറിയൊരു സനാതന കുലത്തിനെ പറ്റി ചെറിയൊരു എക്സ്പ്ലനേഷൻ. ജൂതന്മാരെങ്ങനെ ഉണ്ടാവുമെന്നും ജൂതന്മാർ ലോകത്തിന് എന്താണ് കൊടുക്കാൻ പോണേന്ന് മനസ്സിലാക്കാൻ വേണ്ടി 5-6 ജൂതന്മാർ ഞാൻ വിട്ടുവെക്കണമെന്ന് ഹിറ്റ്ലർ കുറേ എണ്ണത്തിനെ വിട്ടിട്ട് പോയി. അവന്മാർ കിടന്ന് പിളക്കുന്നു. ധൈര്യം ഉണ്ടാ നിനക്കൊക്കെ അവന്മാരെ വീട്ടിൽ കയറ്റായി? എന്നാ പിന്നെ ഇന്ത്യ തീർന്നു. ഇങ്ങനെ വർത്താനൊന്നും പറയാൻ നമ്മൾ ഉണ്ടാവത്തില്ല. ഇവിടെ സനാതനവും കുനാതനവും പിന്നെ ഉണ്ടാവില്ല. പിന്നെ ജൂതന്മാർ മാത്രമായിരിക്കും. പിന്നെ നമ്മൾ നുള്ളിയും പറക്കിക്കൊണ്ട് ഓടാം, പാത്രവും പറക്കി കെട്ടി കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഓടാം. പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്ന യുദ്ധനീതിയുള്ള ഇടത്ത് ഒരു രീതിയിലുള്ള നീതിയും ഇല്ല എന്നാണ് അർത്ഥം. ഏറ്റവും വികൃതമായ യുദ്ധനീതിയാണ് പെണ്ണുങ്ങളെയും കുട്ടികളെയും ആക്രമിക്കുന്നത്. ഹോസ്പിറ്റലൈസ് ആയ വീട്ടിൽ ആ ഹോസ്പിറ്റലിലേക്ക് ബോംബിട്ട അവന്മാരെ പോലെ നികൃഷ്ട ജന്മങ്ങൾ വേറെ ആരുണ്ടടാ? അതൊന്ന് പറഞ്ഞേ. ഇപ്പോഴാണ് നീ ഫോണെടുത്ത്? ബൈ ബൈ. അനൂപെ അണ്ടി മുറിച്ച മുറിയണ്ടി എന്ന് തന്നെ പറയും. അതിന് വേദനിച്ചിട്ടൊന്നും കാര്യമില്ല. മുറിച്ചിട്ടല്ലേ നോർത്ത് സൈഡിലൊക്കെ കട്ടുക എന്ന് പറയും. അതിപ്പോൾ ഒരു കുറ്റമൊന്നുമില്ലല്ലോ. അവർ മുറിച്ച് അവർക്കെല്ലാം അഭിമാനിച്ചത് ഇല്ലെങ്കിൽ അവരത് വെച്ചോണ്ടിരിക്കട്ടെ. നിനക്കെന്ത്? ഞാൻ മുറിയണ്ടിന്ന് വിളിച്ച ഒരു ആത്മഹത്യ ചെയ്യുമോ? എന്തിനി? അതിനിപ്പോൾ എന്ത്? അതൊരു കുറ്റോ? മുറിച്ചിട്ടല്ലേ പറഞ്ഞത്. നീ ലിംഗപൂജയ്ക്ക് പോകുന്നില്ലേ? യോനി പൂജ ലിംഗപൂജയ്ക്ക് പോകുന്നില്ലേ? നിങ്ങൾക്കത് ചെയ്യാല്ല. അമ്മ ദേഷ്യത്തിൽ തിരികെ വന്നതാണമ്മ. അപ്പുകൂട്ടന് ക്ഷീണാവും, അശോകന് ക്ഷീണാവാന്നാണ് ഇത് പറയും. താങ്ക് യു ഷാംസി. ഇല്ലമ്മ, കറണ്ട് ഇല്ലായിരുന്നു അത്രയും നേരം. വെറുതെ എന്നാ. ഇത്തരം സംഘി പരാമർശം നടത്തുന്നവരെ കയ്യോടെ കളഞ്ഞേക്ക് ഷാജി. അതിനകത്ത് കോംപ്രമൈസ് വെക്കേണ്ട കാര്യമില്ല. ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവർക്ക് മനസ്സിലായാലും മനസ്സിലാവാത്തവണക്ക് അഭിനയിക്കും. ഇപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് നന്നായിട്ട് അറിയാം ഞാനിത് പഠിക്കുന്നുണ്ടെന്നും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ടെന്നും അത് അവർക്ക് നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കളിയാണ്. കുറേ ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ. ഇപ്പം പ്ലെൻറ്റി ടൈമുണ്ട്, നമുക്കിത് വായിക്കാൻ സമയമുണ്ട്, നമ്മളിത് വായിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, നമ്മളിത് പറയുന്നുണ്ട്. അപ്പം അത് തിരിച്ചറിഞ്ഞിട്ട് ആദ്യം ഇവർ കേസ് കൊടുത്തു നോക്കി. ഞാൻ തിരിച്ചടിച്ചു, മെനക്കിട്ട് പോയി കേസിന് തിരിച്ചടി കൊടുത്തു. പിന്നെ ഇനി അടുത്തെന്താ മാർഗം? എങ്ങനെയും താറടിക്കുക. അതിനാണ് ഈ കളി എത്രയും കളിക്കുന്നത്. ലിംഗപൂജ അതെന്താ സംഭവം അതറിയത്തില്ലേ? അതല്ലേ നടക്കുന്നത്. ശിവന്റെ ലിംഗം വെച്ച് പൂജ നടത്തുന്നതിനാണ് ശിവലിംഗ പൂജ എന്ന് പറയുന്നത്. അതിനിപ്പോ എന്താ? അണ്ടി പൂജ ശരിയാ? യോനി പൂജ അറിയത്തില്ലേ? അതൊക്കെ ഉണ്ട്. അങ്ങനെ പല പേക്കൂത്തും ഉണ്ട്. വയ്യ, അശോകന് ക്ഷീണായി. അശോകൻ പോയിട്ട് നാളെ വരാം. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി. ഗുഡ് നൈറ്റ്. ആയിരം മേത്തൻ ആര ജൂതൻ. അതൊക്കെ ഊമ്പി വർത്താനമാണ്. കയ്യിൽ ആയുധം ഇല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടണം നായ. ഒന്നും കൂടെ ഉണ്ടാവുള്ളൂ. ആ സെക്കൻഡ് മിനിറ്റ് തീരും എൻ്റെ അഹങ്കാരം, എൻ്റെ കുത്തിക്കിഴപ്പ്. അതിനേക്കാളും നല്ലത് നല്ലൊരു പെണ്ണ് 1000 ജൂതനോ എന്ന് പറയുന്നതാണ്. അതോടെ തീരും. വണ്ടി വെട്ടി 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 നമ്മളെടുക്കും. ഇത്താത്ത ജൂതന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജൂതൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ വായും തുറന്നിരുന്നാൽ അത് നടന്നു പോകത്തില്ല. ഞാനും കൂടെ ഉപയോഗിക്കുന്ന നെറ്റിൽ നിന്നാണ് അവന് പൈസ കിട്ടുന്നത്. ഓസിനല്ലല്ല, പേയ്മെന്റ് കൊടുത്തിട്ടല്ലേ, ഫ്രീ അല്ലല്ല. അവൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിട്ട് തന്നെയല്ല. ഐ പെയ്ഡ്, മൈ പേയ്മെന്റ് ഈസ് ദെയർ. വിത്തൗട്ട് എ പെനി എനിക്കത് കിട്ടത്തില്ല. ഫ്രീ അല്ലല്ല. ജൂതൻ നിന്റെ അണ്ണാക്കി കൊണ്ട് തന്ന ഇല്ലല്ല. ശിവന്റെ ലിംഗവും ഞാൻ പറഞ്ഞ ലിംഗവും വേറെ വേറെ ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ലപ്പാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ.
അങ്ങനെയാണോ? ആ ശിവൻ എത്ര ലിംഗമുണ്ട് അത് പറഞ്ഞാണ്. അങ്ങേർക്ക് എത്ര ലിംഗം? നിന്റെ ഒരു കൺസെപ്റ്റിൽ എത്ര ലിംഗം അങ്ങേർക്ക്? വലിയ പെരുന്നാൾ ആവശ്യം. ഇവിടെ ശിവലിംഗത്തിന്റെ കാര്യം പറയുമ്പോൾ പോടാ എഴുന്നേറ്റ്. ആ അത് തന്നെ. ജൂതന്മാരുടെ ആപ്പ് ബഹിഷ്കരിക്കാത്ത നീ ബഹിഷ്കരിച്ചോ മൈരേ? നിന്നെ ഇവിടെ ആരും വിളിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പൈസ കൊടുത്താൽ ആര് ആപ്പ് ഉണ്ടാക്കിയാലും നമ്മൾ വാങ്ങിക്കും. നീ ബഹിഷ്കരിക്കും. നീ എന്തിനാ അവിടെ കിടന്ന് കറങ്ങണേ? ഇത് ഒരു പ്രത്യേകതരം ടേസ്റ്റി ഫുഡാണ്. നല്ല സ്വീറ്റാണ്. വേണം? സൂപ്പർ. നമുക്ക് സ്ട്രെസ് ഉള്ളപ്പോൾ ഏറ്റവും നല്ല പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കാമായി റിലീഫാവും. ആ എപ്പോഴും ഒന്നും വരത്തില്ല. ഗുഡ് നൈറ്റ്. നാളെ കാണാം. അല്ലേ വേണ്ട ഒരു പാട്ട് വേണം. ഏണിമല പൂനോഞ്ഞ മാമണക്ക് മഞ്ഞിമാഞ്ഞ പുമാന പുമാന. അനീഷ് കുര്യാക്കോസിന്റെ തള്ള പഞ്ചായത്ത് വെടിയും തന്ത മുഴുത്ത വട്ട് പ്രാന്തനും. സമാനായില്ലേ? വന്ന ചൂട് ശരിയായില്ല. ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അല്ലെങ്കിൽ രണ്ടും കൂടെ തന്നേനായിരുന്നു. ഒന്നും ഹൽവ ഇല്ലാത്തത് ഭാഗ്യം. ഞാൻ വാങ്ങിച്ച്. സബീന നാസർ. ഇത് നല്ല രസമുണ്ട്. ഇത് കുറച്ച് ഹോട്ടാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് സൂപ്പർ. കടി വന്നിട്ട് മാധവന്റെ കമന്റ് ഉണ്ടപ്പോ ദേഷ്യം പിടിച്ചിട്ട് മാധവ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തർ സനാതന സംസ്കരണം കൊണ്ടുവന്ന് നല്ല രസമുണ്ട്. ഇവിടെ കൊണ്ടുപോണ എനിക്ക് കിട്ടത്തില്ലേ? കട്ടി കേട്ടു എടുത്തോണ്ട് ഓടും. സ്നാക്സാ. ഇതിന് കള്ളപ്പണ്ടം എന്ന് പറയും. അമ്മ എത്തി പൈസ അയച്ചു തന്നു. അത് വെച്ച് അർമാദിക്കാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധനം വാങ്ങിക്കുന്ന നമുക്കല്ല. ഇത് ഡിഫറെന്റ് അല്ല. ചീസായിട്ടൊരു ഇതാക്കി എടുത്ത് മൈക്രോവേവ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയന. എത്ര മക്കളാണ്? 3 പേരാണ്. ഒരാളെ കാണാനില്ല. 2 പേരും ഇവിടെ ഉണ്ട്. ഒരാളെ കാണാനില്ല. മിണ്ടായി അതിനകത്ത് ഇടാതെ. വേണ്ട. അത് എരിപ്പ് അതിൻ്റെ കൂടെ മിക്സ് ആക്കാതെ. ഗുഡ് നൈറ്റ്. ഞാൻ അത് ചുമ്മാ കത്തിച്ച് വെച്ചാടാ. ഒരു രസം വേണ്ട.